പയ്യെ പയ്യെ കാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇരുപതിനും 25-നും ശതമാനം ഓക്സിജൻ നമുക്ക് എല്ലാവർക്കും പ്രൊഡ്യൂസ് ചെയ്യണം ഈ ആമസോൺ മഴക്കാടിൽ നമ്മളൊരു 1 മില്യൺ ചെടികളും ഏകദേശം 117 കമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യണ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുക. ഈ 7 വൻകരകളും താണ്ടി അല്ലെങ്കിൽ ഈ ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് ഓഷനൊക്കെ താണ്ടി നമ്മൾ ആമസോണിലെത്തി. ആമസോണിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ഞങ്ങളെന്ന മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടേ ഈ പ്രകൃതിക്കും സമൂഹത്തിനും നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കില്ലേ? മുകളിലെ ആൾ ചോദിക്കില്ലേ, നീ എന്തിട്ട് തേങ്ങല വന്ന് ചെയ്തതെന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ട്രാവലിസ്റ്റ് ഫാമിലിയുടെ ഒരു ഇന്റർനാഷണൽ സ്റ്റോറിയാണ്. അതിൽ ഒരുപാട് സങ്കടവും സന്തോഷവും ഇമോഷൻസും ഒക്കെ കയറി വരും. ഒക്കെ സെയിമാന്ന് എനിക്കറിയാം, നല്ലത് കയറി വരും. അപ്പോൾ ഈ മഴ കൊണ്ട് ഈ ആമസോൺ കാട്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിന് എല്ലാ കാരണം നിങ്ങളാണ്. ആസ് എ മലയാളി എന്ന നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും അതേപോലെ നമ്മുടെ കൂടെയുള്ള വിശാലേട്ടനും ഫുൾ ടീമിനും ഇന്നത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊരു മഴയത്ത് ആമസോൺ മഴക്കാടുകളിൽ ഒരു മഴയത്ത് തുടങ്ങുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷം മുമ്പാണ് നമ്മൾ ആദ്യമായിട്ട് പെറു ആമസോണിൽ കയറി വന്നത്. പെറു ആമസോൺ കാണണം, എക്സ്പ്ലോർ ചെയ്യണം, സീസൺ 2 ചെയ്യാൻ വേണ്ടി വന്നത്. ആദ്യത്തെ സീസൺ നമ്മൾ 2022 ഷാജി സാറായിട്ട് ബ്രസീല് ആമസോണിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അന്ന് മുതൽ ഷാജി സാർ എന്ന കുറേ ഇൻസ്പിറേഷൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിന്ന് തരികയായിരുന്നു. 2023 അന്തൂനെ കാണലും നമ്മൾ പെറുവിൽ വരലൊക്കെ ഒരേ സമയത്തായിരുന്നു. അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഇന്നത്തെ കഥയാണ് നമ്മൾ പറയണത്. ഇന്ന് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല, നമ്മുടെ സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോണത്. അവിടെ നിന്ന് നമ്മൾ തുടങ്ങി 2023 കഴിഞ്ഞ് 24 തുടക്കത്തിൽ നമ്മൾ ആമസോണിൽ വീണ്ടും വിസിറ്റ് ചെയ്തു. ഇവിടുത്തെ പ്രൊജക്റ്റും നമ്മളെ ഒരു പെറുവിയൻ റെസിഡന്റ് ആവണമെന്ന ആഗ്രഹത്തോടെ വന്നതാണ് അല്ലേ. വന്നപ്പോൾ ഇവിടെ വന്നു. അന്തു ഞാനും കൂടിയിട്ട് പ്ലാനിങ് തുടങ്ങി. ഓരോ സംഭവങ്ങൾ നമുക്ക് ചെയ്താൽ വെറൈറ്റി കണ്ടന്റുകൾ പിടിക്കണമല്ലോ നമ്മുടെ ചാനലിലേക്ക് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു ദിവസം തോന്നിയൊരു ആശയമാണ്, ഷാജി സാറിനെ ഓർമ്മിപ്പിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ഷാജി സാറിനെ ഓർക്കുന്ന ആ സമയത്ത് നമുക്ക് 1 ലക്ഷം ചെടികൾ വെച്ച് പിടിപ്പിച്ചാലോ എന്ന് അല്ലേ. അവിടെ നിന്നാണ് നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത്. നമ്മൾ ജസ്റ്റ് 1 ലക്ഷം ചെടികൾ വെക്കാന്ന് എന്താ പറയുക, നമ്മൾ തൃശ്ശൂർ ഭാഷ പറയാം, ഒരു ഓളത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഒരു പരിപാടിയാണ്. ആ പരിപാടി ഇന്ന് നമ്മൾ 1 മില്യൺ ചെടികൾ ഈ ആമസോൺ മഴക്കാടുകളിൽ ലങ്സ് ഓഫ് ദി വേൾഡ് 20നും 25-നും ശതമാനം ഓക്സിജൻ നമുക്ക് എല്ലാവർക്കും പ്രൊഡ്യൂസ് ചെയ്യണം ഈ ആമസോൺ മഴക്കാടിൽ നമ്മളൊരു 1 മില്യൺ ചെടികളും ഏകദേശം 117 കമ്മ്യൂണിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യണ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുക. അപ്പൊ ഈ കഥ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ മിസ്സിംഗ് ഉണ്ട്, നമ്മുടെ സ്വന്തം വിശാലേട്ടൻ. ആ കഥകളിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങണം. ഒരു തഹോ ഗ്രീൻ എക്കോ ഗാർഡിയൻ, സേവ് ആമസോൺ, ട്രാവലിസ്റ്റ, എല്ലാ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ ഇല്ലേ, ഗ്രീൻ ബുക്ക് പ്ലാന്റ് ലൈഫ് പ്രോഗ്രാം ഒക്കെ ആയിട്ടുള്ള ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറി പല ആൾക്കാരും പറയും, സാർ അപ്പൊ നീ വീഡിയോ ഇടണില്ലോ, നിന്നെ കാണാനല്ലോ, നീ 1 മാസം 2 മാസമൊക്കെ ഒരു മുങ്ങി നടക്കണമെന്ന് പറയല്ലേ. അപ്പൊ അതിനൊക്കെ ഉത്തരമാണ് ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോണത്. ട്രാവലിസ്റ്റയുടെ ഒരു എക്കോ ഫ്രണ്ട്ലി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്തൊന്ന് കെറ്റപ്പൊക്കെ മാറിയിട്ട് നിൽക്കണം അന്തു എന്നിട്ട് പറയാലോ എന്റെ മോനെ. പറയാനാ നമ്മള് ഇവിടെ വന്ന് ഓരോ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോ നമുക്ക് ഒരു വിലയും കൊടുത്താലും കിട്ടാത്ത ഒരു സംതൃപ്തി ഉണ്ടല്ലോ, മനസ്സിനൊരു സന്തോഷം അതുണ്ട്. എന്തൊക്കെയോ എന്തിനൊക്കെ വേണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നുള്ള ഒരു തൃപ്തി മനസ്സിലായില്ലേ. അത് നമ്മള് നമുക്ക് 1 കോടി 10 കോടി കയ്യിലുള്ളപ്പോ നമുക്ക് ആ സംതൃപ്തി കിട്ടുന്നില്ല, കുറെ കാശ് കയ്യിലുണ്ടെന്നുള്ളോ അതേ ഉള്ളൂ, സമാധാനമില്ല. നമുക്ക് ഇവിടെ വരുമ്പോ അത് പൈസ കൊണ്ട് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴോ ഇപ്പൊ നമ്മൾ ഈ പ്രൊജക്ടിന്റെ കൂടെ ഒന്നും അറിയാതെ ഒരു 3 വർഷത്തിന് മുമ്പ് സാൻഡപ്പൻ എന്ന് പറയുന്ന ബ്ലോഗർ എന്നെ വിളിച്ചിട്ട് ഈ ആന്റണി ചേട്ടാ ഞാൻ പെറുവിലൂടെ വരുന്നുണ്ടെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു ഓ വന്നോ എന്ന് പറഞ്ഞു. നീ
അപ്പൊ അത് അവിടെ നിന്ന് തുടങ്ങിയ നമ്മള് ലിമയില് 15 വർഷത്തോളം റെസ്റ്റോറന്റില് ക്ലയന്റിനെ അറ്റൻഡ് ചെയ്തും പാത്രം കഴുകിയും സാധനം മേടിച്ച് നടന്ന തന്നെ ഈ ആമസോണിൽ എത്തിച്ച് നമ്മള് ഒരു 1 മില്യൺ പ്ലാന്റ് നടന്ന ഓരോ പ്രൊജക്ട്. അതൊരു ഇന്റർനാഷണൽ. ചിലർക്ക് അത് വട്ടാണെന്ന് തോന്നും, ചിലരും പറയും ഇത്രയും മരങ്ങൾ വളർത്തി നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോയി മരം വെച്ചുകൂടെന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിന്റെ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇതിന്റെ ഈ എപ്പിസോഡ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇന്ന് കഥ പറച്ചിലാണ്, വേറെ വിഷ്വൽ മാജിക്കുകളൊന്നും ഇല്ല കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം ഇത് ഞാൻ നടന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ഫ്രെയിം വെച്ച് പറയാവുന്ന, പക്ഷെ എന്നാലും ഈ മഴ കൊണ്ട് നടക്കണം എന്നൊക്കെ പറയില്ല, അതേപോലെ മഴ കൊണ്ട് നടക്കണം മാത്രം ഉണ്ടാവും. നമ്മള് 1 ലക്ഷം ചെടികൾ വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ആയിട്ടും ടൂറിസം ഡിപ്പാർട്ട്മെന്റൊക്കെ ആയിട്ട് നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്തു. അങ്ങനെ ഒരു 4 മാസം കടന്നുപോയി ഇല്ലേ, 4 മാസം കടന്നുപോയി. ഞങ്ങൾ തുടങ്ങിയത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ വിശാലേട്ടൻ്റെ ഭാഗത്തുനിന്നൊരു വിളി വന്നു. വിശാലേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം വിശാലേട്ടൻ്റെ ഭാഗത്തുനിന്നൊരു വിളി വന്നു. വിശാലേട്ടൻ പറഞ്ഞോട്ടാ, ഈ പ്രൊജക്റ്റ് 1 ലക്ഷം ചെടികളിൽ നിർത്താതെ നമുക്ക് എങ്ങനെ 1 മില്യൺ ചെടികളിലേക്ക് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വിശാലേട്ടൻ്റെ ഒരു തോട്ട് നമ്മളായിട്ട് ഷെയർ ചെയ്തു. അപ്പം അന്ന് തുടങ്ങിയ ആ തോട്ട് ഷെയർ ചെയ്ത് ഇപ്പോഴും നിന്നിട്ടില്ല. ഇപ്പോൾ 1 മില്യൺ കാണാതെ 2 മില്യൺ 3 മില്യണിലേക്ക് കാര്യങ്ങൾ പോണത്. ചെടികൾ പൈസ ഇല്ലേട്ടാ, നമുക്ക് നടന്ന് പറയാം, അപ്പോൾ നിന്ന് പറയാൻ ഒരു സുഖമില്ലേട്ടാ. അപ്പോൾ വിശാലേട്ടൻ അന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഇവിടുത്തെ എല്ലാവരും, സർക്കാരായാലും യൂണിവേഴ്സിറ്റി ആയാലും എല്ലാവരും ആയാലും നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് സൈഡ് തന്നു. അപ്പോൾ ഇവരെ ഭാഗത്ത് നിന്ന് ഫുൾ പോസിറ്റീവ് സൈഡ് വന്നു. നമ്മൾ 1 മില്യൺ ചെടികളിലേക്ക്, 1 ലക്ഷത്തിൽ നിന്ന് 1 മില്യൺ ചെടികളിലേക്ക് പോകണു. നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽപ്പ് വരുന്നു, ഇതിൻ്റെ ഭാഗമായിട്ട് US എന്നുള്ള ഒരു കമ്പനികൾ മുന്നോട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എങ്ങനെ പോവും, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലേ? എന്തോ എന്നുവെച്ചാൽ ഇവര് നമ്മുടെ നാട്ടിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നാടിന് വേണ്ടി പ്രകൃതിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിങ്ങനെ പോസിറ്റീവായിട്ട് അതല്ലേ നമുക്ക് ഇത്ര ചെടി ഉണ്ടായാൽ പിന്നെ എത്ര ഓക്സിജൻ ഉണ്ടെങ്കിൽ ഇത് മതികളാന്നൊക്കെ പറയും ചിലപ്പോ. ഇവിടെ വന്നുമ്പോ ഈ ഏതോ രാജ്യത്ത് നിന്ന് വന്നവര് ഇവിടത്തെ ഈ ആമസോൺ വാസികൾക്ക് അവര് ചെയ്യുന്ന ഈ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പയ്യെ കാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ വന്നിട്ട് അവരെ നന്നാക്കാനൊന്നും പോണില്ല, നമ്മൾ ചെടി വെച്ച് പിടിപ്പിക്കണല്ലോ. സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മള് ഇവർക്ക് പ്രചോദനം കൊടുക്കുമ്പോ അവർക്ക് ഒരു സന്തോഷമാണ്. നമ്മളവരെ ഈ പ്രലോഭിപ്പിക്കുന്നു ഇതിനു വേണ്ടി ഈ ചെടി വയ്ക്കുന്നതിനും. അതൊരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ്. അതെ. അപ്പൊ അത് അതിൽ നിന്നാണ് ഞങ്ങള് തുടങ്ങണത്. സത്യം പറഞ്ഞാൽ അതിൽ നിന്നാണ് തുടങ്ങണത്. അതിൽ നിന്ന് ഇപ്പോ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഏകദേശം 10-20,000 ചെടികള് ഈ ഒരു വർഷക്കാലത്ത് 2024 നവംബർ മുതൽ നോക്കുകയാണെങ്കിൽ 1 വർഷവും 4 മാസമൊക്കെ ആയിട്ട് നമ്മള് 20,000 ചെടിയോളം നട്ടു. അപ്പൊ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് പല ആൾക്കാരും സംശയം, ഇത് എങ്ങനെ നീ ഇത് നടണേ, അല്ലെങ്കിൽ ഇതിന് എന്ത് റെക്കോർഡിങ്ങിലുള്ളത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യണേ. അപ്പൊ ഈ സംശയങ്ങൾ നിങ്ങൾ ആലോചിക്കുന്ന പോലെ ഞങ്ങൾക്കുണ്ടായിരുന്നു. യാഥാർത്ഥ്യം ഈ പണ്ടാരിപ്പത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് ഇപ്പൊ നമുക്ക് കുറെ ഇൻസ്പിറേഷൻ കിട്ടി. ഇവര് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ ആമസോൺ കാട്ടിൽ പോയിട്ട് ചെടി വെക്കാൻ മക്കളെ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു, ഇതിപ്പോ എങ്ങനെ വെക്കുക. ആദ്യം നമ്മളൊരു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ വന്നു. അപ്പൊ നിങ്ങളൊക്കെ ആലോചിക്കുന്ന പോലെ നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെ ഇപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങള് 3 പേരും അതിനോട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത്, 3 പേരെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ടെക്നിക്കലായിട്ട്. ഇപ്പൊ നിഖിലേട്ടനായാലും ഇപ്പൊ ബാംഗ്ലൂർ നിഖിലേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ അഡ്വൈസറി ബോർഡിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ എനിക്ക് പല സമയത്തും വീഡിയോ ഇടാൻ പറ്റാത്തതും നമ്മൾ വലിയൊരു പൊട്ടൻഷ്യൽ ഏറ്റെടുക്കണ ഒരു മൊമെന്റ് ആണല്ലോ. നമ്മളെന്നാ ഒരു യൂട്യൂബറിനേക്കാൾ ഉപരി നമ്മളെന്നാ ട്രാവലറിന്, ഒരു നാച്ചുറൽ ലവറിന് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ്, ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് വരണമെങ്കിൽ നമ്മളതിൽ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യണല്ലോ. അപ്പം അതുകൊണ്ടാണ് പല സമയത്തൊക്കെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പം ഞാൻ വിശാലേട്ടനൊക്കെ ഞാൻ പല സമയത്തും ഫ്ലൈറ്റ് വരും, ആമസോണിലേക്ക് വരും, ആമസോണിൽ നിന്ന് ഞാൻ സിയാറ്റിലേക്ക് പോകും. അപ്പോൾ പല രീതിയിൽ ഞങ്ങളിതിൽ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചെടുത്തു. അപ്പോൾ ഇതിനൊരു ഗ്ലോബൽ ഇമ്പാക്റ്റ് പ്രോഗ്രാമായിട്ട് നമ്മളിതിനെ കാണുന്നത്. ഇതിൽ 2 തികച്ചും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് രണ്ടും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പെറുവിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ആമസോൺ വിത്ത് ഗ്രീൻ ബുക്ക് എന്നാണ് ഇവിടുത്തെ ഓർഗനൈസേഷൻ്റെ പേര്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഒപ്പം തന്നെ അമേരിക്കയിലെ തഹോഗ്രീൻ എക്കോ ഗാർഡിയൻ, നമ്മുടെ സ്വന്തം തഹോവിസ്റ്റ തഹോഗ്രീൻ എക്കോ ഗാർഡിയൻ്റെ കീഴിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത
ആസ് എ നോൺ പ്രോഫിറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അമേരിക്കയിൽ 5-on-6 നമുക്ക് കിട്ടി. അമേരിക്കയിൽ ഇതൊക്കെ കിട്ടാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, അത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതിനേക്കാൾ ഉപരി സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് മൈക്രോസോഫ്റ്റ് പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കാൻ അവർ നമ്മൾ മുന്നോട്ട് വന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഗൂഗിളായാലും ബോയിങ് ആയാലും അങ്ങനെ കമ്പനികളൊക്കെ നമ്മുടെ അടുത്തേക്ക് ഈ ഒരു പ്രൊജക്റ്റ് നന്നായിട്ടാ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് ഞങ്ങൾക്കും ഭാഗമാവണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ആ ഒരു തോട്ട് പ്രോസസ് എന്നേക്കാൾ ഉപരി വിശാലേട്ടനാണ് അത് ശരിക്കും നമ്മുടെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലേ? വിശാലന്റെ ഈ പാതിരാത്രിയും പകലും സമയം നോക്കാതെ ഉള്ള പ്രയത്നത്തിന്റെ ഒക്കെ ഫലമാണ് നമുക്ക് ഈ 1 കൊല്ലം 4 മാസം കൊണ്ട് 22,000 ചെടി ഈ മാസത്തോടക്കം ഇവിടത്തെ കമ്മ്യൂണിറ്റികളുടെ കൂടെ ചെടി നടാൻ പറ്റി. നമ്മൾ സ്വപ്നം പോലും ഇത്രയും എളുപ്പം ഈ പ്രൊജക്ട് ഇത്രയും ഫോർവേഡ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കാത്ത കാര്യമായിരുന്നു. അതില് ഞങ്ങൾ തന്നെ ഞങ്ങളെ പൊക്കി പറയുന്നത് ഞങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം അല്ലെ? ഞങ്ങൾക്ക് ഊണില്ലാണ്ടും ഉറക്കില്ലാണ്ടും എൻ്റെ അടുത്ത് ഫെമി പറയേ, നിങ്ങൾക്ക് അല്ലെങ്കിൽ വരുമാനല്ലേ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് കൂടെ തെണ്ടി നടന്ന് യാത്ര ചെയ്ത് അവസാനിപ്പിക്കും, ഇനി കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് സൈഡുകൾ പറഞ്ഞിരുന്നു. അത് ആസ് എ കുടുംബിനി അല്ലെങ്കിൽ നമ്മുടെ അപ്പനമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ട് കാണണം എന്നാണല്ലോ ആഗ്രഹം. പക്ഷെ ഏത് രീതിയിൽ രക്ഷപ്പെടണമെന്ന് കൂടി ഉണ്ടായാലും ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ശരിക്കും ഇതിൽ. പൈസ അല്ല രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എത്രത്തോളം റിലാക്സ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സന്തോഷം കിട്ടുന്നത് എവിടെയാണോ അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അല്ലേ? അതാണ് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഇപ്പൊ ആമസോണിൽ നമ്മുടെ കുറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആമസോണിൽ ഇതിനു വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു സന്തോഷം നമുക്ക് എവിടെ പോലെ കിട്ടൂല. അന്തുവിന്റെ ബിസിനസ് ശരിക്കും പറഞ്ഞ 1 വർഷമായിട്ട് അവിടെ സ്റ്റാഫാണ് മാനേജ് ചെയ്യണത്. അന്ത് ശരിക്കും ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. അതിനൊരു ഉദാഹരണം നമ്മൾ ആമസോണിൽ വന്ന ആദ്യത്തെ വീഡിയോ അന്തുവിന്റെ കൊച്ചു വന്നത്. അപ്പോ തമാശക്ക് ഇതില് വളിപ്പായിട്ട് പറയണെങ്കിലും എനിക്ക് ദൈവം തന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഒരു കുട്ടിക്കാല് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ദൈവം എല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഇതായിട്ട് ഒരു ഭാഗ്യമായിട്ട് ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ് പ്രകൃതി. ആമസോണിൽ നമ്മൾ ഇത്രയും ചെടികൾ ആമസോൺ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ട് ആമസോണിൽ തന്നെ നമുക്കൊരു കൊച്ചിനെ തന്നു. നിങ്ങൾ കേട്ടേ പറ്റൂ, നിങ്ങൾ ഇനി സ്കിപ്പ് ചെയ്ത് പറ്റിയല്ലോ, ഓരോ മൊമെന്റിൽ നിങ്ങൾക്ക് നല്ല കണ്ടന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ പ്രൊജക്ട് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-17 മാസമായിട്ട് നമ്മുടെ ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടു. അതിന്റെ ഭാഗമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ നാട്ടിൽ നിന്നും നാട്ടിൽ നിന്ന് വിട്ട് എല്ലായിടത്തും വിട്ട് ആമസോണിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോ ഇനിയിപ്പോൾ ഒരു വരുമാന മാർഗ്ഗം കിട്ടാൻ ഇപ്പം എന്തൊരു ചെയ്യുക എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു 5-6 മാസം മുമ്പ് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മേത്തേക്ക് വന്നത്. ആ പ്രൊഡക്റ്റ് ഇന്ന് ലോകമെമ്പാടും വിൽക്കാൻ പോകാതെ നമ്മൾ വിശ്വസിക്കുമോ? അത് നമുക്ക് വേറെ എപ്പിസോഡ് പറയാല്ലേ. ഇന്ന് നമ്മൾ പ്ലാന്റ് ലൈഫ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പറയില്ലേ, നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ പ്രകൃതിയും ദൈവവും കൂടി എല്ലാവരും കൂടി വന്നിട്ട് നമുക്ക് അതിൽ അനുഗ്രഹം തരും. വീട്ടുകാരായാലും ഇപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പുതിയ പരിപാടികളൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് നമ്മുടെ പ്ലാന്റ് ലൈഫ് വിത്ത് ഗ്രീൻ ബുക്ക്, സേവ് ആമസോൺ, തഹോരിനൊക്കെ പറഞ്ഞ് ഇതെല്ലാം അടങ്ങിയ ഈ പ്രൊജക്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മൊത്തം കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ഏറ്റെടുത്തൊരു ചെറിയൊരു ഭൂമിയുണ്ട്. ആ ഭൂമിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെടി നട്ടുകൊണ്ടിരിക്കണത് അല്ലേ? നമുക്കൊരു ചെറിയൊരു സ്ഥലമുണ്ട്. നമുക്ക് ഈ പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു നഴ്സറി ഉണ്ടാക്കി 2 മാസമായി നഴ്സറി ഉണ്ടാക്കി നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത പ്ലാന്റുകൾ നമ്മളെ കമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി. 1.5 വർഷത്തിനകത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. നമുക്ക് ഇപ്പം ഏകദേശം 20ഓളം കമ്മ്യൂണിറ്റികൾ നമ്മുടെ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ 117 ഫാമിലികള്, പിന്നെ നമുക്ക് 152 ഫാമിലി ഉണ്ട്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിലെ ഈ ആമസോണിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് പാർട്ണർഷിപ്പിൽ നമുക്ക് അവരുമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ ഭാഗത്തുള്ള ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് 12 സ്റ്റുഡൻസ് നമ്മുടെ കൂടെ വളണ്ടിയേഴ്സ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യുന്നു, നമ്മുടെ കൂടെ പണിയെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു കുട്ടി ദിവസം കൂടി ഉണ്ടെന്നുള്ളത് ഒരു 377 വളണ്ടിയേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ഉണ്ട് കേട്ടോ. അപ്പോ ഈ അങ്ങനെ പല കാര്യങ്ങള് ഇങ്ങനെ ടപ്പന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മള് നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഇങ്ങോട്ട് വരും. അതെ നമ്മള് മനസ്സറിഞ്ഞും എല്ലാം കൊണ്ട് നമ്മളൊരു പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എല്ലാം നമ്മളെ തേടി വരുന്നു. നമ്മൾ പല ഇൻസ്പിറേഷൻ ടോക്സുകളൊക്കെ കിട്ടുന്നെങ്കിലും ഇതാണ് ശരിക്കും നമ്മൾ റിയൽ ലൈഫിലേക്ക് കിട്ടിയിട്ടുള്ള അനുഭവം. അപ്പൊ ഇന്ന് നമ്മള് ഇത് വടി കുത്തി പിടിക്കുന്നത് നല്ല വഴുക്കലുണ്ട്, മഴ പെയ്താലും നല്ല വഴുക്കുണ്ട്, അതാണ് നമ്മൾ വടി കുത്തി പിടിക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ നിൽക്കണത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ
ഈ 1.5 വർഷത്തിൽ എന്താണ് നിങ്ങളിപ്പോൾ സാധനം, ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ഈ സാധനം നിങ്ങൾക്ക് പറഞ്ഞുകൂടാ, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൂടാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷൻ കറക്റ്റ് ആയിരുന്നില്ലേ, നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ പോകും, നമുക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ഒരു 5-6 അല്ലെങ്കിൽ 5-on-6 അമേരിക്കയിൽ നമുക്ക് പെർമിഷൻ കിട്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ സ്വല്പം ഭയങ്കര പ്രതീക്ഷ, നമുക്ക് ഒരു ആത്മധൈര്യം, നമുക്കത് പബ്ലിക്കലി പറയാം. നമ്മൾ അല്ലെങ്കിൽ പറയാം നീ ഭയങ്കര ഉണ്ടായിപ്പോ വെച്ച് നടന്നോട്ടാ പറയാം. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു മൊമെന്റം വരുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടായിരുന്നു ഇത്രയും നാൾ പറയാതിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഹൈപ്പായിട്ട് പറഞ്ഞതല്ലെങ്കിലും ആസ് ഒരു മലയാളി എന്ന നിലയ്ക്ക് ഈ 7 വൻകരകളും താണ്ടി, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് ഓഷനൊക്കെ താണ്ടി നമ്മൾ ആമസോണിലെത്തി. ആമസോണിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ഈ ഒരു മലയാളി അല്ലെങ്കിൽ ഞങ്ങളെന്ന മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. അതിൽ വലിയൊരു കാരണം ഞാനൊരു യൂട്യൂബറായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നതുകൊണ്ടും നിങ്ങൾ അത്രയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിൽ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഈ കാണുന്ന ഓരോരുത്തരും അതിൻ്റെ സപ്പോർട്ടിൻ്റെ ഭാഗമാണ്. അപ്പം എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ നയിച്ചതിന്, അല്ലേ? നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും. യുഎസിൽ തന്നെ തഹഗ്രീന്റെ ബോർഡ് മെമ്പേഴ്സ്, അവിടെയൊക്കെ ഒരുപാട് പ്രവർത്തനമൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. അതെ, നമ്മള് മലയാളികൾ മാത്രമല്ല, അവര് ഫ്രണ്ടിൽ വലിയ മലയാളികൾ മാത്രമല്ല, നമ്മുടെ പാക്ക് മെക്സിക്കൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, ഇംഗ്ലീഷുകാരൻ, എല്ലാവരും ഈ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് അടക്കം നമുക്ക് ബെനിഫിറ്റ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഇതിന്റെ വലിയൊരു സെക്ഷനിലേക്ക് ഇതിനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകണം. അപ്പൊ അടുത്തൊരു 2 വർഷത്തിൽ 2035 നമ്മൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നുള്ളൊരു ചിന്തിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു മൈൻഡ് 2031-32 ആകുമ്പോഴേക്കും നമ്മൾ 1 മില്യൺ ക്രോസ് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ അത് എത്താൻ പാടില്ല, അതിന് മുമ്പ് നമ്മൾ ഈ പോകുന്ന ആ സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 2030-32 ഒക്കെ ആകുമ്പോൾ മാക്സിമം നമ്മൾ ഇത് ടാർഗറ്റ് ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. അപ്പൊ ഈ 1 മില്യൺ ചെടികൾ എങ്ങനെ നടും ഈ കാട്ടില്, അത് എങ്ങനെ പ്രൂഫ് ചെയ്യും, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാണല്ലോ. എന്റെ തണ്ടിലിപ്പോ പോയിനേട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനാണ് അടുത്ത സെക്ഷൻ പറയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലാനിൽ ഒരുപാട് സംഭവം നമ്മുടെ തലയിൽ വന്നു. എങ്ങനെ നമുക്ക് 1 മില്യൺ എന്താ പറയുക വിസിബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പാക്കണം 1 മില്യൺ ചെടികൾ നട്ടു. നമുക്ക് നട്ടിട്ട് ഒരിക്കലും 1 മില്യൺ സാൻഡപ്പം നട്ടു, അന്തു നട്ടു, വിശാഖ നട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കമ്മ്യൂണിറ്റികളെയും ഈ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളാണ്. അപ്പം എല്ലാ മാസം ഈ കമ്മ്യൂണിറ്റികൾ ആണ് ഇതിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നത്. അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്താ? ഓപ്പറേഷൻ വെച്ചാൽ നമ്മള് ഇവിടുത്തെ സേവ ആമസോണിന്റെ ഇൻചാർജ് എനിക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഞാന് ആദ്യം നമ്മൾ പോയി നമ്മുടെ പ്രൊജക്ട് അവിടുത്തെ ഓരോ കമ്മ്യൂണിറ്റിക്കും അവിടെ അപ്പു ഇങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി മൂപ്പൻ എന്ന് പറയും. മൂപ്പന്റെ കൂടെ 2-3 പേരുണ്ട്. നമ്മൾ അവരടുത്ത് പോയി നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റി പ്രസന്റ് ചെയ്യും. പിന്നെ ഈ പ്രൊജക്ട് ഈ നമ്മുടെ കൂടെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ള അങ്ങനെ അതൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ അവരവിടുത്തെ എല്ലാ ഈ അവരുടെ കമ്മ്യൂണിറ്റിയിലെ ആ ചേരിയിൽ എല്ലാരും വിളിച്ചു കൂട്ടും. അപ്പൊ ചില കമ്മ്യൂണിറ്റികളിൽ 40 അവരെന്തും അവര് ലീഡേഴ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ലീഡേഴ്സ് ആദ്യം നമ്മുടെ ഇത് കേൾക്കും, പ്രൊപ്പോസൽ കേൾക്കും, അവർക്ക് കാശ് കിട്ടുന്ന പരിപാടിയാണോ നോക്കണു. അവര് പ്രൊപ്പോസൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒന്നും തിരിച്ചു കൊടുക്കാതെ ആരും ഒന്നും നിക്കത്തില്ല. പക്ഷെ ആക്ച്വലി ഇതൊരു അവർക്ക് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. പക്ഷെ അവർക്ക് റിയലി ഇതൊരു പ്രൊജക്ട് നമ്മുടെ ലോകത്തിനും അവർക്കും ബെനിഫിറ്റ് ഉള്ളതാണ്. അവര് വെക്കുന്ന ഓരോ ചെടികൾക്കും അതിന് ഒരു 5 വർഷമോ 10 വർഷം കഴിയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് അവർക്ക് തന്നെയാണ്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കുന്നു, നമ്മളൊരു ഗിഫ്റ്റ് പോലെ നമ്മള് വിശാലന്റെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവര് ഈ ഡോണേഴ്സിനെ കണ്ടുപിടിച്ച് അവർക്ക് ആ ഫാമിലിക്ക് എന്തെങ്കിലും ഹെൽപ്പുകള് അവരുടെ കമ്മ്യൂണിറ്റി ഇവിടുത്തെ ഈ ആമസോണിലെ മിക്ക കമ്മ്യൂണിറ്റികളും ഈ വരുമാന മാർഗം കുറവുള്ളതും ജീവിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾ കഴിച്ചും അങ്ങനെ അതാണ് അവരുടെ വരുമാനം. പക്ഷെ അവിടുത്തെ സ്കൂളിലെ പിള്ളേരൊക്കെ പഠിക്കുന്ന അവസ്ഥയെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചേരി വീഡിയോ നമുക്ക് ഐഡിയ കൊടുക്കാൻ പറ്റി. അപ്പം അവര് ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാ ചേരിയും എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരുടെ ഫ്രണ്ടിൽ നമ്മൾ ഇത് ചെയ്യും, പ്രസന്റ് ചെയ്യും നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റി, അതിനെക്കുറിച്ച് എന്താണ് ഗുണം, അതിനെക്കുറിച്ചുള്ള എല്ലാ രീതിയിലുള്ള വശം. ഇതൊക്കെ നമുക്ക് വിശാലമായിട്ട് ട്രെയിൻ ചെയ്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു, ഓരോ ദിവസം ഇങ്ങനെ ഇതിന്റെ പുറകെ നടക്കും, പഠിക്കും. പിന്നെ അപ്പൊ അങ്ങനെ ഈ അവര് ഫുള്ള് സപ്പോർട്ടാണെങ്കിൽ നമ്മൾ അവരെ ഇതിന്റെ ഒഫീഷ്യലായിട്ട് ഈ നമ്മളെ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ആക്കും. പിന്നെ അവരിങ്ങനെ മാസം തോറും അവരിപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ 50 ഫാമിലി ആണെങ്കിൽ
ചിലപ്പം അവർ ഓരോ ഫാമിലി 10 ചെടി വെക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി 20 ചെടി വെക്കാം, 1000 ചെടി, അങ്ങനെ പല പല കമ്മ്യൂണിറ്റികൾ. അപ്പം എന്നിട്ട് ഓരോ മാസം അവസാനം ആകുമ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ പോകും. ചെടി ചെല്ലുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ പ്രസന്റ് ആയിരിക്കും, അവരെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ വോളണ്ടിയേഴ്സിന്റെ കൂടെയൊക്കെ. നമ്മുടെ ടീം ഇത്രയും വലിയ ടീമുള്ളപ്പോ നമ്മൾ ഓരോ പ്രോഗ്രാം നടത്തുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകും, കണ്ണിൽ കുത്തിയാണത് പോയി. അപ്പം അവരുമായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ തന്നെ രജിസ്റ്റർ എടുക്കും. ഇപ്പം 1000 ചെടിയിൽ 300 അവ്വാഹ്, 300 അങ്ങനെ പല പല ചെടികൾ. ഇത് നമ്മൾ റെക്കോർഡാക്കി അതിന്റെ എവിഡൻസ്, ഫോട്ടോസ്, വീഡിയോസ് അവരുടെ ഇതിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഓൾറെഡി ഈ മാസം നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ സാന്റപ്പൻ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നടക്കുകയാണ്. എനിക്കാണ് ഇവിടുത്തെ ഇൻസ്പെക്ഷൻ മുതലാളി എന്ന് പറയുന്ന പോലെ ഞാനാണ് ഇവിടെ ഇൻസ്പെക്ട് ചെയ്യണത്. അന്തുവിനെ ഇൻസ്പെക്ട് ചെയ്യുന്ന ആള്, അന്തുവിന് മേലെ നമ്മള് മേലെ ഒരുപാട് ആൾക്കാർ. ഇപ്പൊ നമ്മുടെ പ്രൊജക്റ്റും പ്രൊജക്റ്റും സംഭവങ്ങളൊക്കെ നമ്മളാണ് തുടങ്ങിയെങ്കിലും നമ്മൾ ഇതിനൊരു ടീമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്കൊന്നും ഈ പരിപാടി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിലേക്കൊന്നും എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് നല്ലൊരു വലിയ ടീമാക്കി. നമുക്ക് നമ്മുടെ പോരായ്മകളും ഇപ്പൊ അന്തുവിന്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാവും, എനിക്ക് എന്താണ് എന്റെ കഴിവെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതാത് കഴിവുകൾ നല്ല ആൾക്കാർ നമ്മുടെ കൂടി ഉണ്ടെങ്കിൽ ആ പ്രസ്ഥാനം എത്രയും സ്പീഡിൽ വളരും. അതിനൊരു ഉദാഹരണം നമ്മുടെ ഈ പ്ലാന്റ് ലൈഫ്. ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന് അത്രയ്ക്കും അതിന്റെ രീതിയിൽ ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് വരാൻ പറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ടെക്നിക്കൽ സൈഡ് വീക്ക്നെസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഭാഷയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അപ്പുറത്ത് വിശാലേട്ടനും ടീമും ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു വിഷൻ അവർ സെറ്റ് ആക്കണു. ഇവിടെ അന്തു സ്പാനിയോൾ അല്ലെങ്കിൽ പെറു മൊത്തം കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ പ്രൊജക്ട് റണ്ണായി പോണത്. അപ്പൊ പല ആൾക്കാരും എൻ്റെ അടുത്ത്, നമ്മുടെ പേഴ്സണലായിട്ട് ആൾക്കാർ എന്നോട് ചോദിക്കും, സാധനം നീ ഇങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം, എന്തോ ഡയപ്പറ നീ കാണിക്കണം, എന്തോ ഒരു പരിപാടി നിനക്ക് അവിടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. പക്ഷെ ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടൊരു നോൺ പ്രോഫിറ്റ് സൈഡാണ്. നിങ്ങൾക്കറിയാലോ, അമേരിക്കയിൽ ഫയോൺ ആയാലും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ പറയില്ല, അതിൽ നിന്ന് അലക്കിയിട്ട് പോവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് അലക്കി നമുക്കൊരു വീട് വെക്കാം, കാറ് മേടിക്കാം ഒന്നും നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രസ്ഥാനങ്ങളും സർട്ടിഫിക്കേഷനും അതിന്റെ പരിപാടികളൊക്കെ. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും വീഡിയോ കാണുമ്പോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും ഇപ്പൊ നമ്മൾ തന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആമസോണിലേക്ക് വരാനായിട്ട് മുമ്പ് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിനെ പറ്റി കേൾക്കുമ്പോൾ എന്ത് തേങ്ങയാണാവും പറയണത്, എന്തൊരു ടൈപ്പാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ ലോകം കണ്ടു തുടങ്ങി, ഞാൻ അധികം നാളൊന്നും ആയിട്ട് ലോകം കണ്ടു തുടങ്ങി. പക്ഷെ നമ്മൾ ഈ ലോകം കണ്ടു തുടങ്ങിയിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ, ആ എത്തിച്ചത് മുതൽ നമ്മൾ ഇതിനെ ഭയങ്കരമായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കണം. അപ്പം അത് കാരണം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളെ ഈ ഒരു മഴയത്ത് ഈ ഒരു കാര്യം അറിയിക്കാൻ പറ്റുന്നതും അതിന് വലിയ സന്തോഷമാണ്. അല്ലേ, അത് ഒരു അനുഗ്രഹമാണ് ഇവിടുത്തെ മഴ. ആമസോൺ മഴ കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ അനുഗ്രഹം ഉണ്ട്. അപ്പൊ നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഷൂട്ട് ചെയ്യില്ല, വെറുതെ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലിപ്പുകളൊക്കെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് മറ്റേ ഡ്യൂബലായിട്ട് പറഞ്ഞു തന്നെ വീണ്ടും പറയാം. അപ്പൊ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നട്ടിരിക്കുന്ന പ്രൊജക്ടിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ പ്ലാന്റ് ലൈഫ് പ്രോഗ്രാമിൽ ഒരു സെക്ഷൻ. ഞാനിതിന്റെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താണ് പ്ലാന്റ് ലൈഫ് വിത്ത് ഗ്രീൻ ബുക്ക് .org എന്ന് അടിച്ചു കഴിഞ്ഞാൽ, പ്ലാന്റ് ലൈഫ് വിത്ത് ഗ്രീൻ ബുക്ക് .org എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും, ഏതൊക്കെ ട്രൈബൽ വില്ലേജും ഏതൊക്കെ വില്ലേജുകളായിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂടാ. ഞാൻ അതിന്റെ താഴെ ലിങ്കും സംഭവങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ അതിൽ കയറാം. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ പാർട്ടാവാം, നിങ്ങൾക്ക് ഇതിന്റെ വളണ്ടിയർ ആവാം. ഫ്രീ ആയിട്ട് ആമസോണിൽ വന്ന് ആമസോൺ മഴക്കാടുകൾ ആസ്വദിക്കാം. ഒപ്പം കമ്മ്യൂണിറ്റി പ്രോഗ്രാം, ചെടി വെക്കാം. ഇതൊക്കെ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ്റെ അല്ലാട്ടാ, നമ്മൾ പൈസ മേടിച്ചിട്ടുള്ള പരിപാടികളൊന്നുമല്ല. നമ്മുടെ ഇവന്റുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വരാം, നമ്മുടെ കൂടെ ഒക്കെ വന്ന് ചെടി നടാനും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയും അതേപോലെ കമ്മ്യൂണിറ്റി ഒക്കെ വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളതിനും ക്ഷണിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിങ്ങനെ തള്ളി പോവാണ്. നമ്മുടെ ഇത്രയും സന്തോഷം നിങ്ങൾക്കൊപ്പം പങ്കുവെച്ച് നമ്മൾ തള്ളി പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞ പോലെ പലതരം വെറൈറ്റി ചെടികൾ, ഇപ്പോൾ ഓക്സിജൻ്റെ ലെവൽ നോക്കിയിട്ട് നമ്മൾ കൂടുതലും ഇവിടെ വെക്കുന്നത്, നമ്മൾ എന്താ പറയുക, കമ്മ്യൂണിറ്റികളൊക്കെ വെക്കുന്നത് അവർക്കും കൂടി പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മാംഗോ അങ്ങനത്തെ സംഭവം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വെക്കുന്നത്. ഇതെന്തുവാ ഇത്? സേതം എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പം ആമസോണില് മരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വില കൂടിയ ചെടികൾ മരങ്ങളൊന്നാണ്. ഇവിടുത്തെ കമ്മ്യൂണിറ്റി, ഇവിടുത്തെ ഇൻഡിവിജ്വൽ പീപ്പിൾസിന്റെ ആവശ്യം കൊണ്ട് അവർ ഈ വെട്ടി ഈ മരം ഇല്ലാതായി. അപ്പൊ നമ്മളിത് വീണ്ടും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പേര് സേതരം.
എൻ്റെ അടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഇങ്ങനെ മരം വയ്ക്കണ പരിപാടി, ചെടി വയ്ക്കണ പരിപാടി എന്നൊക്കെ ഇത് പറഞ്ഞ പോലെ പറഞ്ഞേട്ടാ. നമ്മുടെ തേക്ക് മാഞ്ചിയം പരിപാടികളൊക്കെ പറ്റിയിട്ട് എന്തൊരു കണ്ടപ്പോൾ തേക്ക് മാഞ്ചിയം പരിപാടിയാണോ എന്നൊക്കെ ചോദിച്ചാൽ. പക്ഷെ അത് നമുക്ക് എന്താ പറയാ, അങ്ങനത്തെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും നമുക്ക് എല്ലാത്തിനും ചോദ്യത്തിന് ഉത്തരം മറുപടി കൊടുക്കാൻ പറ്റുകയെന്ന് പറയില്ലേ. അപ്പോൾ അതങ്ങനത്തെ പരിപാടികളൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഈ പ്രൊജക്റ്റൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കണം സാൻഡപ്പന് ഇതിൽ നിന്ന് കുറേ സംഭവങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സാൻഡപ്പ് ഇത് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് തോന്നണം എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ആസ് എ ഹ്യൂമൻ ബീ എന്ന നിലയ്ക്ക് ഞാനിതിനെ കുറേ എൻജോയ് ചെയ്യണം സത്യം പറഞ്ഞേട്ടാ. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലത്തെ വികാരങ്ങളും അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ പോസിറ്റീവ് നിറയ്ക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പ്രകൃതിയോ അല്ലെങ്കിൽ ദൈവമൊക്കെ അതിൻ്റെ മറുപടിയും സന്തോഷമൊക്കെ തിരിച്ച് നല്ല രീതിയിൽ തരും. നമ്മളെല്ലാവരുടെയും വായ അടച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെ സന്തോഷം നോക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും എത്തില്ലല്ലോ. എന്തുവാ നമ്മളിപ്പോ ആരുടെയും വായടയ്ക്കാനൊന്നും ചെയ്യുന്നതല്ല. ഒരു നിങ്ങൾക്ക് ഒരു പ്രചോദനം ആകട്ടെ, എവിടെയെങ്കിലും ഇവിടെ വന്ന് ചെയ്യണമെന്നല്ല, ലോകത്ത് ഏത് ഭാഗത്ത് എത്രയോ മലയാളികളുണ്ട്. അല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രകൃതിക്ക് വേണ്ടി എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഞാനൊക്കെ ഒരു 30 കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ 35 വയസ്സായി. ഇപ്പൊ 90s കിട്ടാണല്ലോ. 30 കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് തോന്നി തുടങ്ങി എന്തേലൊക്കെ ചെയ്യണ്ട. നമ്മള് ഈ ഊരി തൊണ്ടി ട്രാവൽ ചെയ്ത് ട്രാവലിസ്റ്റാ പവർ വരട്ടേട്ടാന്നൊക്കെ പറഞ്ഞ് നടന്ന് എക്സ്പോസ് ചെയ്ത് നടക്കുമ്പോഴൊക്കെ നമ്മളെ ആരാണെന്ന് തിരിച്ചറിയണമല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങളും ഈ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് അവരോട് താമസിച്ച് അതൊന്നും വീഡിയോ ആക്കില്ല. നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇതിന്റെ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ കിട്ടിയ ഒരു തിരിച്ചറിവൊക്കെയാണ് ശരിക്കും നമ്മളെ ഇനി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ശരിയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയാണോ, തോന്നലുണ്ടെങ്കിൽ കുറെ മില്യൺസ് കൊണ്ടുപോകാനുള്ള പ്ലാൻ വേണ്ടിയാണോ എന്നുള്ളതൊക്കെ അവർക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പ്രസന്റ് ചെയ്യാം. അന്തുവിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അന്തു ഇവിടെ ഒരു ബിസിനസ് മൊഡ്യൂൾ ആക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പ്രൊഡക്റ്റ് അഹിചരപ്പീത്ത അല്ലേ? അഹിചരപ്പിന്ന് ചിലപ്പം ഈ ആമസോണിലൊക്കെ വന്നിട്ടുള്ളവർ കണ്ടു കാണും. ഒരു മഞ്ഞ കളർ കുരുവാണ് ഒരാൾ. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ അഹിയള്ളി ഒന്നാണ് ഈ ആമസോണിലെ അഹിചരപ്പീത്ത. അതെ, അഹിചരപ്പീത്ത. അപ്പൊ അന്തുവിന്റെ ടെറിട്ടറി ഇവിടെ നമുക്ക് റോളില്ല കേട്ടോ. ഞാൻ അന്തുവിന്റെ അടുത്ത് പറഞ്ഞു, അന്തു നമ്മൾ തൃശ്ശൂരല്ല, ഈ സാധനം നമുക്ക് അങ്ങോട്ട് കൊണ്ടായാലോ, നമുക്ക് നാട്ടിൽ കൊണ്ടായാലോ. ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് പറ്റില്ല. ഇത് ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോ ഈ അഹിചരപ്പീത്ത എക്സ്പെൻസീവ് സംഭവം, ലോകത്തെല്ലായിടത്തും ഭയങ്കര എക്സ്പെൻസീവ് സംഭവമാണ്. പക്ഷെ ഇത് 1 കിലോ ഉണക്കി കഴിഞ്ഞാൽ എത്രയായിട്ട് 50 ഗ്രാമൊക്കെയാണ് 1 കിലോ ഉണക്കി കഴിഞ്ഞാൽ കിട്ടണത്. അപ്പൊ അത് കാരണം ഇതൊന്നും എക്സ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിന് വലിയ സംഭവമാക്കി കൊണ്ടുപോലൊന്നും പ്രാക്ടിക്കൽ അല്ലാടാ. ഇതിപ്പോ എന്ത് ചെയ്യണത് ഇപ്പൊ യസാനിയുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കലായിട്ട് ആൾക്കാർക്കൊക്കെ വെറുതെ നമ്മൾ പറമ്പുണ്ടാക്കി കൊടുക്കണത്. ഇതിനെ കൃഷി ചെയ്തൊരു എൻജോയ്മെന്റും ഉള്ളിൽ പോകണം മാത്രമേ. ഇതൊന്നും കച്ചവടം ചെയ്തിട്ടൊന്നും നമ്മുടെ സിസ്റ്റർമാർക്കൊക്കെ നമ്മുടെ നമ്മുടെ സ്വന്തം അമ്മമാർക്കൊക്കെ നമ്മളിത് ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യണ്ടാ. പൈസക്കല്ല, സമാധാനത്തിന് മാത്രം അല്ല. എന്താ കൊടുക്കാം. നമ്മൾ അനിലേട്ടനൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെഡീഷന് വന്ന അനിലേട്ടനൊക്കെ ചെറുപ്പത്ത് കൊടുത്തോട്ടോ. എടുത്തുകൊണ്ടോ കുറച്ച് കൊണ്ടോ ഫ്രീ. അതെ അതെ, കപ്പ ഇതൊക്കെ ഇവര് തന്നെ വീട്ടിൽ ഉപയോഗിക്കാം. വീട്ടിലിപ്പോ എനിക്ക് വേണത് മറ്റേ ഇവള് നട്ടാ ജിയ നട്ടാന്ന് തോന്നല്ലേ, ജിയ നട്ട കൊള്ളിനുള്ളതൊക്കെ അമ്മ ജിയും യസാനിയുടെ അമ്മ കൂടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോ അവരെ സന്തോഷിച്ച് നമ്മള് പിള്ളേരെ നമ്മള് കൊച്ചിലെ ജോലി ചെയ്ത് പഠിപ്പിക്കണ്ടേ. അതിനു വേണ്ടി ഒരു ഹോബിയാ. പിന്നെ ഓരോ പ്രാവശ്യം ഇത് എത്ര വളർന്ന് അറിയാൻ വേണ്ടി അവരിങ്ങനെ നോക്കി വരും. സന്തോഷം. പിന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ചോണ്ടാ നമ്മുടെ കശുമാവ് കേട്ടോ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. നമ്മള് ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് മുമ്പ് ഇവിടെ കരിഞ്ഞിരിക്കായിരുന്നു. ആ മരം ഇപ്പോ മഴയത്ത് തളിർത്ത് എനിക്ക് തോന്നുന്നു 4 മാസം 5 മാസം കൊണ്ട് അല്ല. എന്നിട്ടാ കാട്ടുപന്നി വെച്ചാൽ ഇവിടുത്തെ കാട്ടുപന്നി നമ്മ ഒരു അതിന്റെ മൂക്ക് ഇങ്ങനെ നീണ്ടിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോ കണ്ടിട്ടുണ്ട്. മഹാസ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാട്ടു മൃഗങ്ങൾ വരും. പിന്നെ നമ്മൾ ചില സമയത്ത് നല്ല ഈ പഴങ്ങളുള്ള സമയത്തൊക്കെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ വന്ന് തൂങ്ങി നിൽക്കും. പിന്നെ അന്ന് ഒരു ദിവസം പറഞ്ഞില്ലേ, ഫോട്ടോ തന്നില്ലേ, പാമ്പ് അനകൊണ്ട നമ്മുടെ പാക്ക നമ്മള് സ്ഥലം നോക്കാൻ നിൽക്കുന്ന ആളുടെ റൂമിനകത്ത് ചെറിയ റൂമുണ്ട്, അതിനകത്ത് രാത്രി ഒരു പാമ്പ് കയറും, അനക്കൊണ്ട. പക്ഷെ അനക്കൊണ്ട ശരിക്കും നമ്മള് സിനിമ കണ്ടിട്ടേ ഇവിടുത്തെ അനകൊണ്ടൊന്നും അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു തവണ ഞങ്ങള് ഇതേപോലെ മിഷന്റെ പരിപാടിക്ക് പോയപ്പോ വലിയ ആനകൊണ്ടുണ്ട്. പക്ഷെ സിനിമയിൽ കാണുന്ന പോലത്തെ സൈസിലുള്ള ആനകൊണ്ടൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നല്ല ദൂരത്ത് ആമസോണിന്റെ ഏതോ ഒരു ദിക്കിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ. പക്ഷെ ഈ ഭാഗത്തൊന്നും അത് കണ്ടിട്ടില്ല അല്ലേ?
അല്ല സാധാരണ നമ്മൾ അന്ന് പോയി മറ്റേ ബെലൈൻ സൈഡില്ലേ, ബെലൈൻ സൈഡിൽ വെള്ളം പോകുന്ന സമയത്ത് അനക്കൊണ്ട നല്ല വലിപ്പത്തുള്ള അനക്കൊണ്ടൊക്കെ വന്ന് അവിടെ വന്ന് അടങ്ങി. ഇവിടെ നമ്മൾ കണ്ട പാമ്പ് ഇപ്പം പറഞ്ഞ അനക്കൊണ്ട പറഞ്ഞാണല്ലേ, അത് നമ്മുടെ നാളത്തെ അണ്ണലി പോലത്തെ ഒരു പാമ്പാട്ടാ. ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ആ ഒരു മഴയുണ്ടല്ലോ, അത് ആസ്വദിക്കേണ്ട സംഭവം തന്നെയാട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല, ഫുൾ കാടാണ്. നമ്മൾ ടൂറൊക്കെ വരുമ്പോൾ പോയി കാണുന്ന ഏരിയകളുണ്ടല്ലോ, ഇവിടുത്തെ ഇന്ന റോ ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൊജക്റ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കയറി പോകാട്ടോ ഉള്ളിലേക്ക്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. ഇത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറല്ലാണ്ട് വരുമ്പോഴേ നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. ടൂറാകുമ്പോൾ നമുക്ക് അവർക്ക് ഉച്ചഭക്ഷണം, വൈകിട്ട് ഭക്ഷണം, അല്ലെങ്കിൽ അവരുടെ ഹോട്ടല് പുതിയ വിത്തിട്ടിരിക്കുക. ഇതിനകത്ത് നമ്മൾ 300 വിത്തുണ്ട്, ഇതിൽ 200 വിത്ത്. അയ്യോ, ഞാൻ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളു. അത് നമ്മൾ കഴിഞ്ഞ മാസം വെച്ചതാ, വിത്തിട്ടതാ. അത് കയറി വരുന്നില്ല. 600 വിത്ത് കഴിഞ്ഞ മാസം നമ്മൾ ഇട്ടാ. 600 വിത്തില്ല. ഇവിടെയൊക്കെ നമ്മൾ പാകി വന്നതൊക്കെ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ടൊക്കെ ഇങ്ങനെ കയറി വരാട്ടാ. ഇതിപ്പോൾ ലാസ്റ്റ് മാസം 600 ഇവിടെ കയറി വരുന്നുണ്ടാ. 600 വിത്തിട്ടാണ് കാണണേട്ടാ. ഇത് മൊത്തം കമുക്കാമെന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഫ്രൂട്ട്, ആമസോൺ ഫ്രൂട്ട്. നമ്മള് ഒരു വെള്ളം കുടിക്കുമ്പോ അതെ അതെ അതെ, ഒരു റെഡ് കളറില്, റോസ് കളറില്, അത് ആമസോണിൽ മാത്രമേ വളരുള്ളൂ. മറ്റേ അവാഹെ. പിന്നെ ഇത് മറ്റേ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ആക്കി ചരപ്പീത്തയുണ്ട്. നമ്മുടെ ഏറ്റവും എരിവുള്ള ഒരു കൂടിയത് നമുക്ക് കഴിക്കാനായിട്ട്. ഇവിടെയൊക്കെ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കണടാ. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ വരുമ്പോൾ ഇത് ഓപ്പൺ ആക്കിണ്ടാന്നില്ല, ഇതിപ്പോ ജനുവരി ആദ്യത്തെ ആഴ്ച ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? ജനുവരിയിൽ ഫെബ്രുവരിയിലാണ് ആക്കിയേട്ടാ. ഞാൻ വരുമ്പോൾ ഈ സാധനം ഉണ്ടായിട്ടില്ല, ഞാൻ ആദ്യം കാണുന്നത്. അതെ അതെ അതെ. പിന്നെ ഇത് ഉമരി. നമ്മുടെ ഇത് ബട്ടർ കഴിക്കില്ല, ബട്ടർ അതേപോലെ ആമസോൺ ബട്ടർ എന്ന് പറയുന്നത് നാച്ചുറൽ ബട്ടറാണ്. ഇതിന്റെ മരം നല്ല വളർച്ചയുണ്ട്, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു ഭിന്നത്തുള്ള മരമാണ്. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾ ഇനി വിശാലേട്ടന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ വിശാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ നാളെ രാവിലെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ചെടി വെക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഇൻസ്പെക്ഷനും ചെടി വെക്കലൊക്കെ ഒരുമിച്ചുണ്ട്. അപ്പൊ 1400 ചെടി, 1400 ചെടി അവർ വെക്കുന്നത് എല്ലാ മാസവും. 70 വീട്ട് ഫാമിലികൾ 20 ചെടി വെച്ചിട്ട് 20 ചെടി വെക്കും. അത് പരിപാടി നമ്മൾ വെളുപ്പിന് നമ്മൾ വീട്ടിൽ രാവിലെ 5 മണിക്ക് ഇറങ്ങും. അവര് 7 മണി മുതൽ 9 മണി വരെ സ്കൂൾ തുറക്കാനായിട്ട് മുമ്പ് തീർക്കും. ഇവിടുത്തെ എല്ലാ കമ്മ്യൂണിറ്റിയിലെ വർക്കുകളും ഈ രാവിലെ വെയിലിറങ്ങും. ഭയങ്കര ചൂടല്ലേ വരുന്നതിന് മുമ്പ്. ഇവിടെ 6-7 മണിയാകുമ്പോൾ വെയിലായി. അവർ 5 മണിക്ക് 6 മണിക്കൊക്കെ പറമ്പിലിറങ്ങി ചെടി നടലും പരിപാടികളൊക്കെ. അപ്പൊ വിശാലേട്ടന്റെ പങ്കുവയ്ക്കൽ നിങ്ങളോട് കുറച്ച് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കമ്മ്യൂണിറ്റി നാളത്തെ രാവിലത്തെ പ്രോഗ്രാം നടക്കാം. ഞങ്ങൾ ഇങ്ങനെ മഴ കൊണ്ടിട്ടുണ്ടല്ലോ, ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഒന്ന് പാറട്ടെ, ഒന്ന് റിലാക്സ്. സത്യം പറഞ്ഞൊരു ആൽക്കഹോളിക് വെതറാണ്, പക്ഷെ പറഞ്ഞത് കാര്യമില്ല, ആമസോണായി പോയി. എല്ലാ ട്രാവലിസ്റ്റ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഞാനിന്ന് ഇവിടെ വന്നത് സാൻഡപ്പൻ സൂചിപ്പിച്ച് കാണും, എന്നാലും എനിക്ക് 2 വാക്ക് പറയണമെന്ന് തോന്നി. വളരെ വലിയ നിർവൃതി അല്ലെങ്കിൽ സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ. കാരണം ഒരു വലിയ ഉദ്യമം, അതിന് ഒരു തുടക്കം കുറിക്കാൻ അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കാകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാനും എൻ്റെ കുടുംബവും അതീവ സന്തോഷത്തിലാണ്. ഞാൻ പറയുന്നത് ആമസോണിലെ ഞങ്ങളുടെ ഉദ്യമത്തെക്കുറിച്ചാണ്. ഒരു 2-2.5 വർഷം മുമ്പെയാണ് സാൻഡപ്പൻ സിയാറ്റിൽ സന്ദർശനത്തിനായിട്ട് വന്ന് ഞങ്ങൾ അടുക്കുകയും സംസാരിക്കുകയും. അന്ന് സാൻഡപ്പൻ പറഞ്ഞു, വിശാലേട്ടാ ഞാനൊരു 1,00,000 ചെടി ട്രാവലിസ്റ്റയുടെ വകയായിട്ട് ആമസോണിൽ. അപ്പോൾ ഞാൻ 1,00,000 ചെടി വയ്ക്കാൻ, അത് ഭയങ്കരമാണല്ലോ. പക്ഷേ സാൻഡപ്പ, ആമസോണിനെ പറ്റി വളരെ നാളായിട്ട് ഞാൻ വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്ത് 1,00,000 എന്ന് പറയുന്നത് ആമസോണിനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു നമ്പറാണ്. പക്ഷേ നമുക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമോ? സാൻഡപ്പ പറഞ്ഞു, അയ്യോ അതറിയില്ല വിഷയമായിട്ട്, നമുക്ക് അന്വേഷിക്കാം. ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകാം, നമുക്കിതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്താം, എന്തെങ്കിലും നടക്കുമോ ഇല്ലെന്ന് അറിയണ്ടേ. അങ്ങനെ സാൻഡപ്പിൻ്റെ കൊണ്ട് ഞാനും ചേർന്നു, അന്തുവും എല്ലാവരും കൂടെ ചേർന്ന് ആമസോണിൽ പോയി വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തി. ഇതിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയമായിട്ട് സംസാരിച്ചു, അവിടുത്തെ കമ്മ്യൂണിറ്റീസ്, ചർച്ച്, അത് ഒരുപാട് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം എന്താണെന്ന്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന്, ആ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇത് പറ്റും. ഇന്ന് 200 ചെടി നടുന്നിടത്ത് നമുക്ക് 1000 ചെടി നടാൻ പറ്റും. ഇതേ പദ്ധതി നമുക്ക്
ചെടി നടുന്നതിനോടൊപ്പം അവിടുത്തെ ജനജീവിതത്തിൻ്റെ ഉന്നമനത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, അത് നിസ്സാരമായിട്ടുള്ള ഒരുപാട് ചർച്ചകളും മറ്റത്തിന് ഒടുവേ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയ ഒരു യാഥാർത്ഥ്യമാണത്. അങ്ങനെ ഒരു ഗ്രൗണ്ട് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ വന്നിട്ട് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ടാഹോ ഗ്രീൻ ഈക്കോ ഗാർഡിയൻസ് എന്ന് പറഞ്ഞ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തുടങ്ങാൻ സാധിച്ചു. ആ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമുക്ക് പിന്നെ അതിൻ്റെ 5C3 അപ്രൂവൽ എടുക്കാൻ പറ്റി. നമുക്ക് ബെനിഫിറ്റി എന്ന് പറഞ്ഞ പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യാൻ, അതായത് ഇവിടുത്തെ ടെക്നോളജി കമ്പനീസിൻ്റെ പാർട്ട്ണർഷിപ്പ് നമുക്ക് ആവശ്യമാണ്. മൈക്രോസോഫ്റ്റ് പോലെ, മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ വളരെ വലിയൊരു സപ്പോർട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു. അതേപോലെ ലോക്കൽ ടെക്നോളജി കമ്പനീസ് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, ബിസിനസ്സുകളുണ്ട്, പിന്നെ വ്യക്തികൾ. ഇത് നമ്മളുടെ ആമസോൺ ഭൂമിയിലെ ശ്വാസകോശത്തെ തിരിച്ച് പഴയ രീതിയിൽ എത്തിക്കണം എന്നുള്ള താല്പര്യമുള്ള വ്യക്തികൾ നമ്മളോട് ചേരുന്നു. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഉദ്യമം തുടങ്ങി വെക്കാൻ കഴിഞ്ഞു. ഇപ്പം ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമുക്ക് ഏകദേശം 20,000 ചെടികളോട് നടാൻ പറ്റി. 300-ലധികം കുടുംബത്തെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും സഹായങ്ങൾ എത്തിക്കാൻ പറ്റി. നമുക്കൊരു നഴ്സറി ഉണ്ടാക്കാൻ പറ്റി, 500 ചെടികൾ മാസം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നഴ്സറി. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് തുടക്കം ചെയ്തു വെക്കാനും, നമ്മളുടെ 1 ലക്ഷം എന്നുള്ളത് 10 ലക്ഷത്തിൽ 10 വർഷത്തിനുള്ളിൽ 10 ലക്ഷം ചെടികൾ എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് നമുക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞു. എത്തിക്കാനല്ലെങ്കിൽ അങ്ങനെ ഒരു ടാർഗറ്റ് വെക്കാനായിട്ടുള്ള സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കാനാണ് ഞാനിന്ന് വന്നത്. അതിലെല്ലാ ട്രാവലിസ്റ്റ കുടുംബാംഗങ്ങളും നമ്മളുടെ കൂടെ ചേർന്ന് നിന്നാൽ, ഒത്തുനിന്നാൽ മലയും നീങ്ങും എന്നുള്ള ഒരു വചനത്തെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചേർന്ന് നിൽക്കണം. ആമസോൺ, നമ്മളുടെ ടിപ്പിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ആമസോണിനെ നമുക്ക് ചെറുതായിട്ടെങ്കിലും തിരിച്ച് പിടിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഇത് എല്ലാ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ രാവിലെ 6 മണിക്കാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടാ. ഏകദേശം 1.5 മണിക്കൂർ പോയിട്ടുണ്ട് നമുക്കിന്ന് നമ്മുടെ പ്ലാന്റ് ലൈഫ് പ്രോഗ്രാമിന്റെ ഇന്നത്തെ ആക്ടിവിറ്റി. ആസ് യൂഷ്വൽ നമ്മളിവിടുത്തെ മെയിൻ ബോട്ട് ചെട്ടി, ആമസോൺ റിവർ ക്രോസ് ചെയ്യുന്ന ബോട്ട് ചെട്ടി തേടിയുള്ള യാത്രയാണ് ഇപ്പോൾ. ഇവിടുത്തെ ബോട്ട് ചെട്ടികളൊക്കെ ഇപ്പോൾ മാറിയില്ലേ? ഇവിടുത്തെ മാറ്റങ്ങളൊന്നുമില്ലേ? വലിയ ബോട്ട് ചെട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബോർഡർ കൊളംബിയയുടെയും ബ്രസീലിന്റെയും ബോർഡർ ആയതുകൊണ്ട് ഇവിടുന്ന് ഒരു 7 മണിക്കൂറല്ലോ കൊളംബിയ ബ്രസീൽ ബോർഡറിൽ. 7 മണിക്കൂർ. പിന്നെ നമ്മള് ഇപ്പം ഈ പ്ലാന്റ് ലൈഫിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ അതൊരു ശീലമായി. നമ്മൾ രാവിലെ 5 മണിക്ക് എന്ന് വെച്ചാൽ ഇവിടത്തെ ഒരു പ്രത്യേകിച്ച് ഇവിടത്തെ കമ്മ്യൂണിറ്റി ആളുകള് ഈ നമുക്ക് വേണ്ടി ഈ ചെടി നടുന്നതിന് വേണ്ടി അവര് ഒരു സമയമുണ്ട്. രാവിലെ 6 മണി മുതൽ 2 മണിക്കൂറിനകത്ത് ഇവര് ചെയ്ത് തീർക്കും. വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. ഇവരിത് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ സ്കൂളിൽ പോകും, ജോലി പോകും. അപ്പം അത്ര ഒരു സിൻസിയറിറ്റി ആയിട്ടാണ് അവര് നമ്മളോട് ഈ പ്രൊജക്ട് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എയർപോർട്ടിലേക്ക് വരുന്ന പോലെ കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ബോട്ട് ടെർമിനൽ നമ്മൾ കാണുന്നത്. ഇതുണ്ടോ, ഇക്കറ്റോസിന്റെ ഒരു കവാടം പോലെ പണിത് വെച്ചിരിക്കല്ലേ. എന്തുട്ടാ മാറ്റം വന്നാണ് കഴിഞ്ഞൊരു 5-6 മാസം കൊണ്ട് വന്ന മാറ്റാണ് ഈ കാണുന്നത്. എയർപോർട്ട് പണിത് വെച്ച പോലെയാണ്. നോക്കിയേ, ബോട്ട് ചെട്ടിയാട്ടാ, ചിന്തിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ആർട്ടും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടാ. വരച്ച് വരാണ്ട. ആമസോൺ നോക്കണല്ലോ അടുത്തും. ടെർമിനല് അമ്മാരത്തെ ടെർമിനൽ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. നോക്കി നിങ്ങൾ എന്തിട്ടോ ഭംഗിയില് കാണാനായിട്ട്. ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് വന്നേട്ടാ. അന്ന് ഇവിടുത്തെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാം. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓരോ ബ്രസീലിൽ നിന്ന് വരുന്നതും കൊളംബിയയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഓരോ റൂട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആമസോൺ റിവർ നമ്മളെ നോക്കി ഇരിക്കാനേട്ടാ. ഇത് ആമസോൺ റിവറല്ല, ഇത് നാനായ റിവറാണ്. നാനായ റിവറിൽ നിന്ന് നമ്മൾ ആമസോൺ റിവറിലേക്ക് കയറിട്ടാ. ഈവൻ നാനായ റിവറിൻ്റെ വീതിയും വലിപ്പം കണ്ടോ നിങ്ങൾ? നാനായ റിവറിൻ്റെ വീതിയും അല്ലെങ്കിൽ അവിടെ വെള്ളം കയറുമ്പോൾ നാനായ റിവർ ഏത് റേഞ്ചിലേക്ക് മാറും തന്നെ നമുക്ക് കാണാട്ടാ. കണ്ടാ, എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കട്ടാ. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറി പോകണ്ടോ. ഇവിടെയാണ് ബോട്ടുകൾ വരണത്. ഫുൾ വെള്ളത്തിൻ്റെ അകത്തേക്ക് എത്തിയിട്ടാ. എന്ത് നോക്കിയാടാ, സ്റ്റെപ്പല്ല കേട്ടാ, ഇങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരിക്കലും ഇങ്ങനത്തെ ബോട്ടിൽ റിവർ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഇന്നലെ പോയത് ചെറിയ ഇവിടുത്തെ ലോക്കൽ പരിപാടികളിലേക്കല്ലേ പോയത്. നമ്മൾ
ഒരിക്കലും ആമസോൺ റിവർ ഇങ്ങനത്തെ ബോട്ടുകളിൽ കടക്കാൻ ശ്രമിക്കരുത്. ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ വരിയെന്ന് കൂട്ടാം. ഓരോ ദേശങ്ങളിലേക്ക് പോണ പ്രൈസിങ് ഉണ്ട് കേട്ടോ. വണ്ടി ബോട്ടിൻ്റെ ചാർജ് എത്രയാണ് പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട്. സ്കൂളിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഉണ്ടെന്തോ ബോട്ട്. നമ്മുടെ പ്രോഗ്രാം ഏകദേശം തുടങ്ങാറായി. നമ്മൾ ബോട്ട് ഇപ്പോൾ ഇല്ല കേട്ടോ അവിടേക്ക്, നമ്മുടെ ഏരിയയിലേക്ക്. ഓരോ ഏരിയയിൽ സ്പീഡ് ബോട്ടാണ്, ഇത് റാപ്പിഡാണ്. റാപ്പിഡിലല്ല നമ്മൾ പോണത്, നമ്മൾ ഇങ്ങനത്തെ ബോട്ടിലാണ് പോകണം കേട്ടോ. റാപ്പിഡ് നമ്മുടെ ഭാഗത്തേക്ക് പോവില്ല. ഇവിടുത്തെ ബോട്ട് ചെട്ടി നമ്മുടെ സൈഡിലേക്കുള്ള ബോട്ട് ഇപ്പോൾ പോകണില്ല കേട്ടോ. വേറൊരു സൈഡുണ്ട്, അവിടെ പോയി തപ്പാന്ന് പറയണത്. നമ്മൾ ഗല്ലിയുടെ ഉള്ളിൽ കയറി കേട്ടോ. ഇതിൻ്റെ അടയെന്ന് ഒരു ബോട്ട് ചെട്ടി എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കേട്ടോ. നമ്മുടെ ഇടത് ഭാഗത്ത് റൈറ്റ് സൈഡിലും വലത് ഭാഗത്ത് വീടുകൾ തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ പാസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കൂർക്കം വലിക്കുന്ന സൗണ്ടാണ് കേട്ടോ. അമ്മ സൗണ്ടാ. ഇതിപ്പോൾ ഇതൊക്കെ താൽക്കാലിക പാലങ്ങളാട്ടോ. അതൊക്കെ മഴക്കാലം വരുമ്പോഴും വെള്ളം കൂടുമ്പോഴും കുറയുമ്പോഴൊക്കെ ഇതൊക്കെ ചെറുതായും വലുതായിട്ടൊക്കെ ഇരിക്കും. ഇവിടെ ചെറിയൊരു ബോട്ട് ചെട്ടി കണ്ട, ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ട ഹെവി ആണോ ഇത്? ഇത്തിരി ലോങ് എടുത്തിട്ടേ ഞങ്ങളൊക്കെ 100+ ഗെയിമാണേ. എത്തിക്കില്ല. ആ UK ടൈമാ, പോവാം. എന്തോ ഇവരിപ്പോ ഇവിടുത്തെ നമ്മള് തിങ്കളാഴ്ച ആണല്ലോ. ഇവര് ഇവിടുത്തെ ടീച്ചർമാരും സ്കൂളിലെ അഡ്മിനിസ്ട്രേഷൻ അവരൊക്കെ ഇവിടുന്ന് സിറ്റിയിൽ നിന്ന് കീറ്റോസിൽ നിന്ന് ബോട്ട് കയറി പോകും. കാട്ടിലുള്ള സ്കൂളുകൾ പഠിപ്പിക്കാൻ പോകുന്നവർ. അതല്ല പ്രൊജക്ട് സംഭവങ്ങളൊക്കെ കൊണ്ട് പോകാട്ടോ. ഹെഡ് മിനിസ്റ്റർ ആയിരിക്കും കേട്ടോ. ആലോചിക്കല്ലേ ജീവിതം. ടീച്ചർമാരുടെ സംസ്ഥാന സമ്മേളനമാണല്ലേ. ഇവര് ഈ തിങ്കളാഴ്ച ഇവിടുന്ന് പോയിട്ട് അവിടെ സ്റ്റേ വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു അവരെ സർവീസിന്റെ ഒരു ഡെപ്ത് ആലോചിക്കല്ലേ. ഈ ബോട്ടിന് പോണ പൈസ ഒന്നും ഗവൺമെന്റും സാലറി ആയിട്ടൊന്നും കൊടുക്കില്ല. അവരങ്ങനെ എടുത്ത് പോകണം. അവര് ഈ ആമസോൺ കാർഡിൽ പോയി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് സ്വന്തം ആ ഒരു മൈൻഡ് സെറ്റാണ്. മൈൻഡ് ഉള്ളവരെ പോകത്തുള്ളൂ. നമ്മുടെ മൈൻഡ് സെറ്റാണ്. അല്ല അവർക്കും നമുക്ക് ഒരേ മൈൻഡ് സെറ്റ് എന്ന് പറയണം. നമ്മളെ അവർക്ക് പറയാൻ പറ്റില്ല, അവരാണ് മൂപ്പന്മാര്. ചില സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ ടീച്ചറേ ഉള്ളൂ. ഒരൊറ്റ ടീച്ചർ ഒരു 10-40 പിള്ളേരൊക്കെ നയിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവളുള്ള സംവിധാനത്തിനും അവരുടെ കമ്മ്യൂണിറ്റിയിലെ ടീച്ചർക്ക് താമസിക്കാൻ ഒരു സ്ഥലം കൊടുക്കും, അവർ കൊടുക്കും. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തോ. ഞാൻ എനിക്കിവിടെ മുമ്പ് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടാ, നമ്മളിപ്പോ ഇവര് ഒരാൾ ഈ ബോട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴില്ലേ അവർ ബോനസ് ദിയാസ് പറയും, ഗുഡ് മോർണിംഗ് പറയും. നമ്മള് ശരിക്കും മലയാളികൾ ഇപ്പൊ നമ്മളതൊരു കുറ്റായിട്ട് പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ശീലിച്ച് വരണം. നമ്മുടെ നാട്ടിലൊക്കെ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ അവിടെ നോക്കും, ഇവനേതറവൻ ആ സാധനം ഉണ്ടല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിച്ച് ബോനസ് ദിയാസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് കയറി വരുന്നത്. അപ്പൊ ഒരു പോസിറ്റീവ് എനർജിയാ എന്ന് വിചാരിച്ച് ഇവര് സമ്പന്നരാണല്ല, ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആണല്ല. നമ്മളൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനല്ല, ഒരു കൊളോക്കിലായിട്ട് പറഞ്ഞത് മാത്രമല്ല. നമ്മളൊക്കെ ശരിക്കും നാട്ടിലെല്ലാവരും പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ചിരിച്ചിട്ടുള്ളൊരു പ്രസൻസ് ഒക്കെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് അതൊക്കെ ഒരു ശീലമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ നാനായി റിവർ കടന്ന് ആമസോൺ റിവറിലേക്ക് പോകണുണ്ടോ. ആമസോൺ റിവറിലേക്കുള്ള ഇപ്പോൾ ഹൈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഫുൾ വെള്ളം കയറി കിടക്കട്ടോ. കപ്പൽ വന്ന് കിടക്കട്ടല്ലേ. കപ്പലുകളും വലിയ വലിയ കപ്പലുകൾ ഇപ്പോൾ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിത്തട്ടില്ലേ, ഇവിടെ വെള്ളം ഫുള്ളായിട്ട് നിൽക്കണ കാരണം. അതെ വലിയ യാത്രാ കപ്പലേട്ടാ. ഇത് പുറത്തുനിന്ന് വരണ കേട്ടോ അല്ലേ, ഇത് പുറത്തുനിന്ന് വരണാണ്. വലിയ യാത്രാ കപ്പലുകൾ വന്നിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് ഹൗസിൽ. ഇതാണ് നമ്മൾ പറഞ്ഞ ടെർമിനൽ, നമ്മൾ ഹെവി ടെർമിനലായി മാറി എന്ന് പറഞ്ഞത്. ഈ ടെർമിനലിലേക്ക് വരണം കേട്ടോ അത്. ഇതൊരു ഒരു മൊത്തം ക്രോസ് ചെയ്യില്ല ഇവിടുന്ന്. ഇതൊക്കെ ഇത്തിരി പൈസ കൂടിയ ഏർപ്പാടാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, നമുക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ആമസോൺ റിവർ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഇവിടെ വെള്ളം കയറി നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കപ്പലുകളൊക്കെ യാഥാർത്ഥ്യമാവട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ നമ്മുടെ പെട്രോൾ സ്റ്റേഷൻ കാണണം കേട്ടോ. നോക്കിയാൽ അല്ല, അത് പെട്രോൾ സ്റ്റേഷൻ അല്ലേ അത്? അതെ പെട്രോൾ സ്റ്റേഷൻ, ഫ്ലോട്ടിങ് പെട്രോൾ സ്റ്റേഷൻ കാണാം കേട്ടോ.
കപ്പല് ഇങ്ങനെ പോകണ കാണുമ്പോ ഒരു പ്രത്യേക ഒരു സുഖം കേട്ടോ. ആമസോണിലാട്ടാ കളികള്. ഫോട്ടോ sí, sí. ഗ്രാസിയാസ്. അമ്മച്ചി നല്ല ഹാപ്പി ആയിട്ടാ, നല്ല പടം എടുത്തുല്ലോ. എന്തായാലും ഞാനും ആദ്യമായിട്ടാണ് ടിക്കറ്റ് ഹൗസിൽ ഇത്രയും വലിയ എക്സ്പെഡീഷൻ ക്രൂയിസ് കാണുന്നത്. എക്സ്പെഡീഷൻ ക്രൂയിസ് ആണ്. എക്സ്പെഡീഷൻ ക്രൂയിസ് എഴുതിൻ്റെ ഇത് എവിടുന്ന് വരണേ എന്നുള്ള ദിവസം അറിയില്ലട്ടാ. ഇവിടുത്തെ എല്ലാവരും ഹാപ്പി ഉണ്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഈ കപ്പലിനെ പറ്റിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തേ. ഈ കപ്പല് എക്സ്പെഡീഷൻ കപ്പലാണ്. ഈ ആർട്ടിക് അന്റാർട്ടിക് സൈഡിൽ അല്ലെങ്കിൽ റിമോട്ട് എക്സ്പെഡീഷനുകൾ മാത്രം ചെയ്യണ കപ്പലാണത്ര. കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്. അന്റാർട്ടിക്കലൊക്കെ പോയിട്ട് കപ്പൽ നമ്മുടെ ആമസോണിൽ നമ്മുടെ അങ്ങാടിയിൽ വന്ന് കളിക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അത് അടിപൊളിയാട്ടാ. ഇങ്ങനത്തെ ഒരു കുഞ്ഞ കപ്പലാണ് നമ്മളും 2023 നമ്മുടെ അന്റാർട്ടിക് എക്സ്പെഡീഷൻ നടത്തിയത്. ആ ഓർമ്മകളിലേക്ക് നമ്മൾ പോണ്. അന്ന് നമ്മൾ ചെയ്ത കപ്പലിന്റെ റൂമുകൾ ഈ കപ്പലിലുള്ള 110 റൂമാണ് ഇതിനെ കാണിക്കുന്നത്. നമ്മളന്ന് പോയത് 108 റൂമുകളുള്ള ചെറിയ കപ്പലിലാണ് അന്റാർട്ടിക് എക്സ്പെഡീഷൻ നടത്തിയതാണ്. എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ് പെട്ടെന്ന് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഇത് കണ്ടപ്പോഴാണ്. നമ്മള് നിമിഷ നേരം കൊണ്ട് റിവറിന്റെ സ്വഭാവം മാറിയതാണ്. ഇതിപ്പോ നമ്മളിപ്പോൾ ആമസോൺ റിവറിലേക്ക് എത്തിയിട്ടോ. ഇപ്പോൾ നാനായ റിവറിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയ മഴക്കാര് വരുമ്പോഴേക്കും നമ്മുടെ റിവറിന്റെ സ്വഭാവം മാറി വലിയ വലിയ തിരമാലകളും പരിപാടികളൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. ചില ഏരിയയിലൊക്കെ നമ്മൾ പെട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്ക് ചില നേരത്ത്. നല്ല കാറ്റ് വന്നപ്പോ മൊത്തത്തിൽ കണ്ട എല്ലാ ബോട്ടുകളും ഇളകി തുടങ്ങിയണ്ട. നമ്മുടെ ബോട്ടൊക്കെ സ്പീഡ് കുറച്ചു, അത്ര സ്പീഡിൽ പോകണ്ടെന്നുള്ള മൂടായിട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇവിടുത്തെ ലോക്കൽ ബോട്ടുകൾ വരെ ഈ റിവറിന്റെ ഓരം പിടിച്ചിട്ട് പോവാന്ന്. അതാണ് ഇതിന് ഒരു ഉദാഹരണം ഈ കാണുന്നത് കണ്ടാ. അപ്പൊ നമ്മള് ഇവിടെ ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റി എത്തി. നമ്മളിവിടെ എല്ലാം ഇറങ്ങണ്ട. നമ്മുടെ പ്രോഗ്രാം ഒന്ന് ദൂരത്ത് ഞാൻ പറഞ്ഞില്ല 1.5 മണിക്കൂർ യാത്രയുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഇറക്കാണ്ട്. നമ്മൾ ടീച്ചർമാരും സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവരെവിടെ എവിടെ ഇറക്കിയിട്ട് വേണം പോകണം കേട്ടാ. സ്റ്റുഡൻസിലെ ടീച്ചർമാർ മാത്രമേ ഉള്ളൂ. ഈ മരത്തിന്റെ വേര് നിൽക്കണമൊക്കെ നിങ്ങള് ഇതുണ്ട. ആ ഭാഗത്തുള്ള എല്ലാ മണ്ണിനും തടഞ്ഞു നിർത്തുന്നത് ഈ മരം കേട്ടാ. ആ മരത്തിന്റെ വേര് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു മിസ്റ്റീരിയസ്. അതെ, തരാവുന്ന അടിക്കുന്നുണ്ടോ, നല്ല അടി അടിക്കുന്നുണ്ടോ. ആരങ്ങളാ ഒന്നിച്ചാണ് ടീച്ചർമാരാണ് കേട്ടാ. ചുള്ളത്തി എന്ന് പറഞ്ഞാൽ അമ്മ ഇത് ചുള്ളത്തേട്ടാ. ഗ്രാസിയാസ് ഗ്രാസിയാസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ ഹാപ്പിനെസ് ഉണ്ട്. ഇവരുടെ മുഖമൊക്കെ എത്ര ഹാപ്പിയാന്നാലും ചോദിക്കുക. അതിൽ പറഞ്ഞ പോലെ ചാർട്ട് പേപ്പറും കുറച്ചിട്ടൊക്കെയാട്ടാ കൊണ്ടുപോകണത്. ഇവിടുത്തെ മണ്ണിനൊന്നൊരു ഉറപ്പില്ലാന്ന് പറയണത് വേണ്ട. ഇതാണ് അതുകൊണ്ടാണ് പറയണേട്ടാ. ഫുള്ള് മണ്ണിങ്ങനെ മഴ എടുത്ത് കൊണ്ടുപോട്ടെ, വെള്ളം എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകും. ഇത് 10 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്റർ അങ്ങോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. ഇവിടുത്തെ പോർട്ടൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു വരുന്ന മരങ്ങളുണ്ടല്ലോ. ഈ മരങ്ങളാണ് ശരിക്കും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാർട്ട്. നമ്മൾ റിവർ ക്രോസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, വെള്ളത്തിന്റെ മുകളിലൊന്നും ഉണ്ടാവുമെന്ന് മനസ്സിലാവില്ല. പക്ഷെ വലിയ വലിയ മരങ്ങൾ ഈ റിവറിന്റെ അടിയിലൂടെ ഇങ്ങനെ ഒഴുകി പോകണ്ടാവും. റിവറിന്റെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പോകുമ്പോഴുള്ള പല ബോട്ടുകളും നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു ബോട്ട് ഇവിടെ മുങ്ങിണ്ടായിരുന്നു. ഈ പറഞ്ഞ വലിയ മരത്തുമ്പോൾ പോയിട്ട് ഇടിച്ചിട്ടേ. അങ്ങനെ 1.25 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം ഇൻഡിപെൻഡൻസിയ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തി. ഇവിടെയാണ് നമ്മളിന്ന് 1400 ചെടി നടാൻ പോണത് കേട്ടോ. ഈ കമ്മ്യൂണിറ്റിയുടെ നമ്മളെ ഇന്നത്തെ പ്രോഗ്രാമിനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ബീച്ചൊക്കെ മണൽ കയറിയിരിക്കണുണ്ടോ നിങ്ങള്? അങ്ങനെ നിൽക്കണത് നമ്മളിങ്ങനെ പതുക്കെ അതുമ്പോ ഒരു തള്ളി നിർത്തും. ചാവ് ചാവ്. ആ ടീച്ചർമാരൊക്കെ ഭയങ്കര കോമഡി പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളെ പറ്റി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞ ടീച്ചർമാര് നമ്മളെ കൂടെ വെക്കണവര്. ആ മറ്റേ പന അല്ലേ, ആ കുരു വരുന്നത്. ആ
ആമസോൺ റോഡിൽ ഏത് സൈഡ് പോയാലും ആളുകൾ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇവര് ഏറ്റവും വയ്ക്കുന്നത് നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ അവാഹയാണ്. ഇത് ഇവർക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കാം. ആ കുരു തിന്ന് അതിന്റെ പഴം തിന്ന് ഒരു 10 വർഷം കഴിയുമ്പോൾ ഫ്രൂട്ട് എടുക്കും. ഇവരെ മക്കൾക്ക്, ഇവർക്ക് ഇല്ലെങ്കിൽ ഇവരെ മക്കൾക്ക് ബാബൻ ചിന്തിക്കാൻ പറ്റും. പുള്ളിക്കാരൻ നമ്മളെ no habla español poquito. പുള്ളിക്കാരനാണ് ഇവിടത്തെ ഈ കമ്മ്യൂണിറ്റിയുടെ മൂപ്പൻ. ഓക്കെ, ഗ്രാസിയാസ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിൽ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വരുന്നത് നമ്മൾ മാസത്തിൽ ഏകദേശം 3-4 പ്രോഗ്രാമുകൾ ചെയ്യാറ്. ഇത് ഈ കമ്മ്യൂണിറ്റി ഇൻഡിപെൻഡൻസ് അവർക്ക് എല്ലാ മാസങ്ങളും കറക്റ്റ് ഡേറ്റ് ആണ്. എൻഡ് ഓഫ് മന്തില് അവര് തിങ്കളാഴ്ച ഓരോ ഫാമിലി, ഒരു 70 ഫാമിലി ഉണ്ട്. 70 ഫാമിലി കറക്റ്റ് ആയിട്ട് ഓരോ മാസവും ഓരോ ഫാമിലി 20 ചെടി വെച്ച്. എത്ര ചെടി? 1400 ചെടി എല്ലാ മാസവും ഇവര് ഈ കമ്മ്യൂണിറ്റി 1400 നടും. ഇവര് കഴിഞ്ഞ നമ്മൾ ജൂണിൽ നമ്മൾ തുടങ്ങി വെച്ച അപ്പം മുതൽ ഇതുവരെ ചെടി വെച്ചോണ്ടിരിക്കും. ഏകദേശം നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കൊല്ലം 10 മാസത്തോളമായി. നമ്മളിപ്പോ ഈ പ്രോഗ്രാം 9 മാസത്തോളമായി. ഈ 9 മാസത്തിൽ നമ്മൾ ആദ്യം 12,500-3000 ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഈ ഒരു ചെറിയ കാലഘട്ടത്തിലാണ് നമ്മൾ ഏകദേശം 17,000-18,000 ചെടി നട്ടു കേട്ടോ. ഇവരിങ്ങനെ പല പല പാർട്ടിലായിട്ട് ഇവർ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ചിലവരിങ്ങനെ താഴെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ അങ്ങോട്ട് മേളിൽ നമ്മുടെ സ്കൂൾ ഓർമ്മയുണ്ട്, ആ സ്കൂളിന്റെ സൈഡിൽ ചെയ്യുന്നുണ്ട്. ചില കമ്മ്യൂണിറ്റിയില് നല്ല ഈ പാവപ്പെട്ട ദാരിദ്ര്യമുള്ള ഇവിടെ സ്വല്പം ഒരു അപ്ഗ്രേഡ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇവർക്ക് വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ചില കമ്മ്യൂണിറ്റി ഉണ്ട്, ഇവർക്കൊക്കെ ഇവിടെ ലോക്കൽ അങ്ങോട്ട് പാസ് ചെയ്യാനുള്ള വണ്ടികളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു കമ്മ്യൂണിറ്റിക്ക് വണ്ടികൾ പാസ്സാക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന്. ഒരു ഏകദേശം അത് 2-3 മണിക്കൂർ, 2.5 മണിക്കൂർ അപ്പുറത്തുള്ള കമ്മ്യൂണിറ്റിക്ക് നമ്മൾ വണ്ടി പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് കാടിൻ്റെ മക്കളായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഒരിക്കലും ഇവിടെ വന്നിട്ട് ഞാനൊരു 100 ചെടി അല്ലെങ്കിൽ 1000 ചെടി നട്ടിട്ടൊന്നും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ചെടി നട്ടിട്ടൊന്നും കാര്യമില്ല. ഇവരെ കൊണ്ട് തന്നെ ഈ കാട് പ്രൊട്ടക്ട് ചെയ്താലാണ് ഈ കാട് ശരിയായിട്ട് വരലോട്ടാ. നമ്മൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഭാവം ഞാനും നമ്മുടെ ഇവിടുത്തെ ആമസോണിലെ യൂണിവേഴ്സിറ്റിയുടെ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ കുറെ സ്റ്റുഡൻസ് അവരുടെ സഹായത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മാസം തോറും ഓരോ കമ്മ്യൂണിറ്റി വിസിറ്റ് ചെയ്ത് നമുക്ക് അവർക്കുള്ള ഈ ക്ലാസ്സും ഇതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവരിതിനു വേണ്ടി നിൽക്കുന്നത്. അത് എളുപ്പമുള്ള കാര്യമില്ല. നമ്മൾ ചില കമ്മ്യൂണിറ്റികൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് കപ്പാസിറ്റി ഇല്ല, അവർക്ക് അതിനുള്ള ഉറവിടമില്ല എന്നൊക്കെ. നമ്മളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ ചിലവര് അവർക്ക് പറ്റുന്ന രീതിയിൽ അവര് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പുരോഗമനത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അത് സെയിം ടൈം അവര് നമ്മുടെ ആമസോണിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പം 10 മാസം കൊണ്ട് നമ്മള് ഈ 20,000 ചെടി കവർ ചെയ്ത് കളഞ്ഞു. 17,000 നമ്മളിപ്പോ ഈ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ 3,000 വെച്ചു. ഇപ്പൊ 17,000, ഏകദേശം 20,000 കഴിഞ്ഞു. 20,000 പാസ്സായി. മനസ്സിലായില്ലേ? ശരിക്കും ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയണതേ നമ്മുടെ ഉള്ളിൽ, മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊരു വേറൊരു വകുപ്പാട്ടാ. നമ്മള് ഇവിടെ വരുമ്പോ ഇവര് നമ്മളെ ട്രീറ്റ് ചെയ്യണതും ഇവര് നമ്മളെ റെസ്പെക്ട് ചെയ്യണതും ഒക്കെ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ആമസോണിൽ വന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് എന്ത് മാറ്റം ലോകത്തിന് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മളിവിടെ മാറ്റം വരുത്തി അല്ല, എന്തോ അതൊരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഓരോ വർഷം ഇവർ ചെയ്യുന്ന സമയം ഞാൻ മാക്സിമം നമ്മൾക്കിപ്പോ 19 കമ്മ്യൂണിറ്റി അറ്റൻഡ് ചെയ്യണമെങ്കിലും ചില സമയത്ത് ചില ദിവസങ്ങളിൽ 2-3 കമ്മ്യൂണിറ്റി സെയിം ടൈമിൽ അവർ ചെയ്യുന്നു. ചിലവര് ഈ 15-ാം തീയതി, ചിലവര് ലാസ്റ്റ് എൻഡ് ഓഫ് മന്ത് അവർ പ്രോഗ്രാം ചെയ്തിരിക്കുക. നമ്മൾ മാക്സിമം എവിടെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അവിടെ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വരുമ്പോ അവർക്ക് നമ്മളൊരു എനർജി കൊടുക്കുന്നതാണ്. നമ്മളെപ്പോഴും പ്രസന്റ് ആണ്, നമ്മൾ ജസ്റ്റ് വന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട് അവർക്ക്. ഇത് ഒരിക്കലും ഇവരൊരു പൈസ മോഹിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പൈസ ഇവർക്ക് കൊടുക്കും അതുകൊണ്ട് ചെടി നടാന്നോ അങ്ങനെയല്ല ഇവർ ചെയ്യണത്. ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ സ്കൂൾ കാണിച്ചു തരാം. ഞങ്ങളിവിടെ സ്കൂളിലേക്കൊക്കെ വരുന്ന സമയത്ത് 2024 ഒക്ടോബറല്ലോ നമ്മൾ വന്ന സമയത്ത് ഈ സ്കൂള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മേളില് എല്ലാം ഈ കറണ്ട്, വാട്ടർ അതെല്ലാം പോയി കിടക്കായിരുന്നു. നമ്മള് ജസ്റ്റ് കുറച്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ആ പുതിയ ആ സെക്ഷൻ നമ്മുടെ ഇല്ലായിരുന്നു, അത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവർക്ക് ഒരു ഹാപ്പിയാണ്. അവർക്ക് വീണ്ടും അവർക്ക് സഹായങ്ങൾ എത്തും
എന്നുള്ള പ്രതീക്ഷ. സന്തോഷം. ഈ വെയില് വരെ ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. സ്കൂളിൽ വെയില് വരെ നമ്മളാണ് കെട്ടി കൊടുത്തത്. ഇതൊക്കെ നമ്മൾ വെച്ച ചെടികളാണ്. ഇത് കണ്ട, ഇതൊക്കെ പുതിയ ചെടികൾ നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഇത് ഇവിടെയൊക്കെ അവിടെ ചേച്ചിമാരൊക്കെ അറ്റത്ത് കണ്ട, അവിടെ അറ്റത്ത് ചേച്ചിമാര് ചെടി നട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സ്കൂള് പതുക്കെ തുടങ്ങി. നമ്മുടെ ഒരു ചെറിയ ഇതൊന്നും പറഞ്ഞാൽ വലിയൊരു പൈസ ചെലവാക്കിയിട്ടുള്ള പരിപാടികളൊന്നും അല്ല. ഇവർക്ക് ഇത് മതി. നമുക്ക് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ എത്ര ചിലവാകും അത്രയാണ് ചിലവായിട്ടുള്ളൂ. പക്ഷെ അവരതിന് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ഈ ചെടികൾ വെക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കണേ അല്ലേ. അപ്പൊ അത് ഇവര് ചെയ്യുന്ന പരിപാടികളുടെ റിസൾട്ട് നമുക്ക് കാണാം. ഇപ്പൊ എവിടെ നോക്കിയാലും ചെടികളുണ്ട്. അതെ, എവിടെ ഈ കമ്മിറ്റി നമ്മൾ എവിടെ നടന്നാലും ചെടി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മരങ്ങൾ വെട്ടി മുറിക്കുന്നെങ്കിലും ഇപ്പൊ ഒരു മരം അവരൊരു മാസത്തിൽ ഓരോ മുറിക്കുകയാണെങ്കിൽ അവർ ഓരോ ഫാമിലി 20 ചെടി വെക്കുന്നുണ്ട്. അപ്പൊ അവര് വെട്ടുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ വെട്ടുക. അതിനുള്ള പാഴ്ചത്തെ അവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമുക്ക് എല്ലാവർക്കും, എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചു, നമ്മൾ ഈ 1.5 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയല്ലോ, നമ്മൾ ഈ 1 ലക്ഷം ചെടികൾ വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞല്ലോ. പക്ഷെ നമ്മളത് 1 മില്യൺ ആക്കിയതും ഈ പ്രൊജക്റ്റ് ഇത്രയ്ക്കും എക്സ്പാൻഡ് ഒക്കെ ചെയ്തു. പക്ഷെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഒരു പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്, നമുക്കും ഈ കമ്മ്യൂണിറ്റി വിസിറ്റ് ചെയ്ത് ഇങ്ങനത്തെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഭാഗമാകാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും പ്രാക്ടിക്കലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ പ്രൊജക്റ്റിലേക്കും നിങ്ങളെ ആർക്കും വേണമെങ്കിലും ഇപ്പോൾ ഈ ഓരോ മാസത്തെ പ്രോഗ്രാമിലേക്ക് വന്ന് ജോയിൻ ചെയ്യാം. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 1 വീക്കോ പ്രോഗ്രാമുകളൊക്കെ വരാണെങ്കിൽ അത് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് വരുത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പല ആൾക്കാരും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഇനിയുള്ള മാസങ്ങളിലൊക്കെ ശരിക്കും നമ്മൾ 6 ദിവസം 7 ദിവസമൊക്കെ കണ്ടിന്യൂസ് മരം നടൽ പരിപാടികളൊക്കെ വരാനായിട്ട് പോകണം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. വേറെ കാശ് ചിലവൊന്നുമില്ല, ഫ്രീ ആണ്. നിങ്ങൾ ഒരു നാച്ചുറൽ ലവറാണ് അല്ലെങ്കിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഒരിക്കലും നമ്മളൊരിക്കലും അതിനെ തടസ്സം ചെയ്യില്ല. നാട്ടിൽ നിന്ന് വരാന്നൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റ് ഇത്തിരി എക്സ്പെൻസീവ് ആണല്ലോ. എന്തോ ഇത് ഇവര് ഇവിടുത്തെ ഈ സ്കൂളിലെ പിള്ളേര് നമ്മുടെ സ്കൂളിലെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ, അതിന് കഞ്ഞിപ്പുരയ്ക്ക് വേണ്ടി ഇവിടെ ആ ഒരു സിറ്റുവേഷൻ കണ്ട. അതെ അതെ അതെ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഉത്തരവാദിത്തം. നല്ല ഇതുണ്ട്, ഒന്നും ഇല്ല, ഇതിനുള്ള കഞ്ഞിയും കപ്പിയൊന്നും ഇല്ല. ഇതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കലാണ് നമ്മുടെ ഡ്യൂട്ടി കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെടി നട്ടിട്ടുള്ള കേട്ടോ, ഈ കാണാമൊക്കെ. ഇതൊക്കെ ഓരോ സമയത്ത് വരുമ്പോൾ നമ്മൾ 6 മാസം കഴിഞ്ഞ് വരുമ്പോൾ ഈ ചെടികളൊക്കെ വളർന്നുണ്ടാവും. ഇവിടെയൊക്കെ ഒരു പുതിയ വീട് പണിയുണ്ട് ഒരു സൈഡിലൊക്കെ. നല്ല ആർട്ട് പോകുന്നുണ്ട് എൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ. പിള്ളേർ സ്കൂളിൽ നിന്ന് ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് വരണം കേട്ടോ ഈ കാണുന്നത്. ഈ സൈഡിൽ കാണുന്നതൊക്കെ അവർ വെച്ചിട്ടുള്ള ചെടികളുണ്ട്. അത് കണ്ട ചെടികളെ നമ്മൾ വെയിൽ കെട്ടി അതിന് പുറത്തിപ്പോൾ ചെടികളെ വെച്ച് പിടിപ്പിക്കാതെ സ്കൂളിൽ ബെല്ലടിച്ചു. അതിനെല്ലാവരും ഓടി കയറണം കേട്ടോ. നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരട്ടെ ഇങ്ങനെ കാണുമ്പോൾ. സ്കൂളിൽ ബെല്ലടിക്കുക, കയറുക. ഞാൻ സെൻട്രൽ ലക്ഷ്യത്തിൽ പഠിച്ച സ്ഥലത്തിരുത് നമ്മുടെ ചൂടമാഷുണ്ടേ, ചൂടമാഷിൻ്റെ ചൂടിലാണ് എല്ലാവരും ക്ലാസ്സിനുള്ളിൽ കയറി പോവാ. പുള്ളി എവിടെയാണാവോ എന്തോ. ഈ ഭരണ അമ്മിച്ചമാർ ഇവരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മറ്റേ ചെടി വെക്കൽ പരിപാടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവർ രാവിലെ നമ്മൾക്ക് നേരം വൈകുക ചെയ്ത് രാവിലെ തൊട്ട് ഒരു മറ്റേ പണികളൊക്കെ തുടങ്ങി. ഈ പറഞ്ഞ ചെടികൾ ഓരോ വീട്ടുകാർ 20 ചെടി വെച്ചിട്ട് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏകദേശം സ്കൂളൊക്കെ തുറന്നപ്പോൾ ഇവർ ഇത്തിരി ലൂസായി. നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ, പക്ഷെ ആ പോർട്ടിലെത്തിയപ്പം സമയം വൈകി, പോർട്ട് ലേറ്റ് ആയി. ഇവര് 6 മണിക്ക് മസ്റ്റ് 6 മണിക്ക് ഒരു പണി തുടങ്ങും. അതെ അതെ അതെ, മനസ്സിലായില്ല. അപ്പൊ ഓരോ ഫാമിലി ഒന്ന് 20 ചെടി വെച്ചിട്ട് അവർക്ക് ഡെയിലി ഉള്ള ജോലിക്കും കാര്യങ്ങളും തിരക്കിൽ നിൽക്കുക. ഇതൊരു പണിയായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഉണ്ടേ. നമ്മൾ ഈ വണ്ടികൾ കാണില്ലേ, ഈ കമ്മ്യൂണിറ്റികളിൽ തന്നെ വണ്ടികളാണ്. ഇവർ രാവിലെ വണ്ടിയിൽ വണ്ടിയിൽ ഈ ബക്കറ്റിലാണ് ഇവർ ഈ 20 ചെടി കൊണ്ടുവരണ്ട അല്ലേ. ഇതിലൊക്കെ ചെടി കൊണ്ടു നട്ട് കഴിഞ്ഞു. ഇവർക്ക് ഈ പാക്കറ്റിൽ ഓരോ കവറിലാക്കി കൊണ്ടുവരാനുള്ള പൈസ ഇല്ല. അപ്പൊ അവര് മണ്ണിട്ടിട്ട് ഓരോ മാസവും ഇങ്ങനത്തെ ബക്കറ്റിൽ കണ്ടില്ല, ഓരോരുത്തരിലും ഓരോ ബക്കറ്റ് ഉണ്ട്. അതെ, എല്ലാവരും ഓരോ ബക്കറ്റ് ഉണ്ട്. 20 ചെടി അവർ കൊണ്ടുവരും ഫാമിലി കൊണ്ടുവന്നിട്ട് അടിക്കും. ശരിക്കും ഞാൻ വളരെ കുറവാണ് ഈ ആക്ടിവിറ്റികൾക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം ഈ ഇംപ്ലിമെന്റ് സ്റ്റേജിലായിരുന്നു ഞാൻ എന്തോ എല്ലാ കമ്മ്യൂണിറ്റികളിലും പോകണ്ടായിരുന്നത്. ഞാനിവിടെ ഈ പറഞ്ഞ പോലെ 4 മാസം മുമ്പാണ് വന്നത്. പക്ഷെ അന്തും എല്ലാ മാസം ഓരോ കമ്മ്യൂണിറ്റിയിൽ പോയി അന്തുകൊണ്ട് ഇതിന്റെ മെയിനായിട്ട് ഹെഡായിട്ട് കളിക്കണേട്ടാ. അങ്ങനെയൊന്നുമില്ല, നമ്മള് ഇതിന്റെ ഫ്രണ്ടില് നമ്മൾ ഇവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് എന്നുള്ള രീതിയിൽ നമ്മൾ. പക്ഷെ ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന സാൻഡപ്പനും വിശാലേട്ടനും ജോളി ചേച്ചിയും ഇവരൊക്കെ ഫുൾ ടീം ഇവരെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന. ഇതിനോടൊപ്പം തന്നെ ഉണ്ടല്ലോ ഈ 377 പേര് 380 പേര് എന്നൊക്കെ പറഞ്ഞത്. ഇതിനേക്കാൾ ഉപരി നമുക്കൊരു അഡ്വൈസറി ബോർഡ് ഉണ്ട് US-ൽ. അതായത് നമ്മുടെ യദുചേട്ടനൊക്കെ അതിൽ മെയിൻ മെമ്പറാണ്. യദുചേട്ടനും ചേച്ചിയും അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ബാക്ക് സപ്പോർട്ടിനുണ്ട് നമ്മുടെ കൂടെ. അപ്പൊ അതൊക്കെ ഈ ടീമിന്റെ എല്ലാവരും കൂടി ഒരു പ്രവർത്തനമാണ് നമ്മളെ ഗംഭീരമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ തരണം കേട്ടോ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മളൊരു ഏതെങ്കിലും പോയിന്റിൽ
ഇനിയിപ്പോൾ അവിടെ 7 മണിക്കൂർ യാത്ര ചെയ്ത് ആ ബോട്ട് കിടന്ന് അവിടെ എത്തണല്ലേ എന്നൊക്കെ തോന്നൽ വരുമ്പോഴേക്കും ഇവർ പറയും അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ സെറ്റായിട്ട് അങ്ങനെ സെറ്റായെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് നമ്മളങ്ങോട്ട് കൊണ്ടുപോകണല്ലേ. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് പുരോഗമിച്ചത്. അതെ അതെ. കാണുമ്പോൾ നമ്മുടെ പണ്ട് സ്കൂളിൽ വരി നിൽക്കണ ഒരു രംഗം ആലോചിക്കണം കേട്ടോ. എൻ്റെ സെൻറ്റ് അലോഷ്യസേ നിന്നെ ഞാൻ ആലോചിക്കുന്നു. പുറത്ത് കയറിക്കണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അടിയാണ്. എന്തിനാ നേരം വൈകാ നിനക്ക് എത്താൻ പറ്റില്ല, നമുക്ക് സൈക്കിൾ ടയറിൽ ഇതിന്റെ സൈക്കിളും എന്നൊക്കെ പറഞ്ഞ് ചീത്തേക്കും. അപ്പൊ അവര് കൊട്ടയില് മറ്റേ ഇത് കൊണ്ടുവന്നിട്ട് പോകുമ്പോ മറ്റേ പപ്പായ കൊണ്ട് കൊണ്ടുണ്ടോ ചെക്കനെ. ഇതുണ്ടോ ഇവിടൊക്കെ ഇവര് കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ, മറ്റേ കൊട്ടകളാക്കിട്ട്. ഓരോ ഗ്രൂപ്പ് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. അവിടുത്തെ പണി കഴിഞ്ഞ് ആ ഒരു ഏരിയയിലത്തെ പണി കഴിഞ്ഞിട്ട് ഈ ആ ഗ്രൂപ്പ് ആ സൈഡിൽ നിന്ന് വരുന്നു. ഓരോ ഏരിയയിൽ നിന്ന് ഓരോ ടീം വരാട്ടോ. 1400 വെച്ച് കഴിക്കും വേണേ അല്ലേ. ഇങ്ങനെ ചുന്നി പിന്നെ നിന്നേ നടക്കത്തില്ല. അവര് 6 മണിക്ക് വന്ന് പണി തുടങ്ങി പരിപാടി. അപ്പൊ 20 ചെടി അവര് വയ്ക്കും, അവര് പോകും. ഇതിന്റെ കാൽക്കുലേഷൻ വരുമ്പോഴാണ് അതിന് വലിയൊരു സംഖ്യ ആയിട്ട് വരണത്. ഇതിനെ അവരുടെ ടീം അത് അവിടെ നിന്ന് ചെടി വെച്ചിട്ട് വന്നുട്ടോ. ആ ഭാഗത്ത് നമ്മൾ വന്ന ഏരിയ തന്നെ വരുന്നവര്. ഓരോ കമ്മ്യൂണിറ്റി ഓരോ സമയത്ത് കഴിയുമ്പോൾ എന്തോ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കട്ടെ. ആ രംഗാണ് നമ്മൾ കാണുന്നത്. നേരെ നിൽക്കൂ, വരി നിൽക്കൂ. ഇത്രയധികം ആൾക്കാർ നമ്മുടെ ഈ പ്രൊജക്ടിന്റെ വലിയൊരു ഭാഗം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾക്ക് മറുപടി നമ്മൾ ശരിക്കും വിഷ്വലിലൂടെയും അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളിലും നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ ശക്തിയും അല്ലെങ്കിൽ ഇതൊക്കെയാണ് ആ ഒരു പ്രൊജക്ട് ഇത്രയ്ക്കും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. Gracias, muchas gracias. നമ്മുടെ നാട്ടിലൊക്കെ ഫിനാൻഷ്യൽ ഒരു രൂപ കിട്ടാണ്ടെന്ന ഒരാൾ ഒരു പരിപാടിക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് ഒന്നും ഇറങ്ങില്ല. ഇവര് ഈ കാട്ടിൽ ജീവിക്കുമ്പോൾ കാട്ടിനുള്ള സ്നേഹമാണ് ശരിക്കും റിഫ്ലക്ട് ആവണമെന്നില്ല. ഉള്ളൊരു സത്യമാണ്. നമ്മളിവിടെ സൗത്ത് അമേരിക്കയിലെ ആമസോൺ സൈഡിലൊക്കെ എന്തെങ്കിലും സോഷ്യൽ വർക്കിനെന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്പയർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഇറങ്ങാൻ വേണ്ടി കുറെ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ബെനിഫിറ്റ് നോക്കിയിട്ടല്ല ഇറങ്ങാം, പൈസ നോക്കിയല്ല. ഇപ്പൊ പൈസ കിട്ടിയ വരും എന്നുള്ള രീതിയിലല്ലേ ഇവര് ഫ്യൂച്ചറിൽ ചിന്തിച്ച് ഇവരെ എഡ്യൂക്കേഷനും ഈ കമ്മ്യൂണിറ്റി ഇവരെ സ്പെഷ്യാലിറ്റി. ഇവര് പറയുന്നത് ഞങ്ങൾ എന്തിനും റെഡിയാണ്. നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ പിള്ളേർക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ എന്തിനും റെഡിയാണെന്നുള്ള ഇതിലാണ്. അതെ അതെ. നമ്മുടെ ഈ പ്രൊജക്ട് കാണുമ്പോൾ പല ആൾക്കാരും എനിക്ക് വരാം ചോദ്യങ്ങൾ വന്നേക്കാം, നാട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊജക്ടുകൾ ചെയ്തുകൂടെയെന്ന്. പക്ഷെ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുകയൊന്നുമില്ല. നമ്മുടെ ഈ ആമസോൺ പ്രൊജക്ട്, ഈ പ്ലാനറ്റ് ലൈഫ് വിത്ത് ഗ്രീൻ ബുക്ക് പ്രൊജക്ട് നമ്മൾ ഇവിടെ വരുന്നത് നമ്മൾ ഗ്ലോബൽ ഒരു ഇമ്പാക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആഫ്രിക്കയിലേക്കും ഇന്ത്യയിലേക്കും എവിടെയൊക്കെ നമുക്ക് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും, അങ്ങനത്തെ ടെറൈനിലൊക്കെ നമ്മൾ അതിനുള്ള സോഴ്സ് കാണും. പക്ഷെ വൈ ആമസോൺ നമ്മൾ പറയുന്ന കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ലങ്സ് ഓഫ് ദി വേൾഡ് ആണ്. 20% ഓക്സിജൻ അല്ലെങ്കിൽ 25% ഓക്സിജനൊക്കെ നമ്മുടെ ഭൂമിക്ക് തരുന്നത് ഈ ഒരു ടെറൈനാണ്. അപ്പോൾ ഈ ടെറൈന് ചെയ്ത് നന്നാക്കിയാലാണ് നമ്മൾ ഇനി കൂടുതൽ സസ്റ്റെയിൻ ചെയ്ത് പോവുള്ളൂ. ഇത് നമ്മുടെ പുള്ളിക്കാരന് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ വളണ്ടിയറിലെ ഒരാളാണ്. ഈ പ്രൊജക്ടിന് വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പം ഇവരൊക്കെയാണ് ആദ്യം നമ്മളെ സപ്പോർട്ട് ചെയ്ത് വെൽക്കം ചെയ്തും പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഓഫർ ചെയ്ത് നമുക്ക് നമ്മളെ ഈ പ്രൊജക്ട് എന്തിനു വേണ്ടിയും പുതിയ കമ്മ്യൂണിറ്റികളെ കണ്ടുപിടിക്കുന്നതിനും അതിനുള്ള ഇനിഷ്യേറ്റീവും അവരുമായിട്ടുള്ള കോണ്ടാക്റ്റും എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും പുള്ളിക്കാരൻ നമ്മളെ കൂടെ എപ്പോഴും കണ്ടൊക്കെയുണ്ട്. അപ്പൊ പുള്ളിക്കാരന്റെ പേര് ലൂയിസ് നവാറോ. നമ്മുടെ സ്വന്തം മൂപ്പറാണ്. Muy buenos días, yo soy Luis Navarro de aquí de la Condada Nativa Independencia en la etnia Cucama Cucamira. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നമ്മുടെ ഈ ചെടി വെക്കുന്നത് കൂടാതെ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഒരു സാമൂഹിക പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ റിവർ നമ്മൾ ബോട്ടിലും അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുക റിവർ നശിപ്പിക്കുന്നതിന് അതിനെ കീടനാശം വരുത്തുന്നു അതിൻ്റെ ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാം പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പുള്ളിക്കാരൻ ഡേറ്റ് ചെയ്യും. ഇത് നമ്മൾ പറഞ്ഞതിൽ 377 വളണ്ടിയേഴ്സിൽ ഒരാളാണ് നമ്മുടെ പുള്ളിക്കാരൻ. ഇവിടെ ഒരു വീട്ടില് ഒരു അമ്മച്ചി വിൽക്കാൻ വെച്ചിട്ടുണ്ടോ ഉണക്കമീനാണ്. ഈ നദിന്ന് നദിന്ന് പിടിച്ചുള്ള മീനാട്ടോ, ഇവരെ വരുമാനാണ്. ഇത് ഉപ്പിലിട്ടതാണുള്ളത്. സൂങ്കാറോ. ഗ്രാസിയാസ്. നമുക്ക് പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാകാം, ഇത്രയധികം ഫാമിലികൾ എങ്ങനെ ഈ ഒരു 70 ഫാമിലി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെടി വെക്കുന്ന എന്ത് ഉറപ്പാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഈ മൂപ്പന്മാരുണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പന്മാരായിട്ടാണല്ലോ നമ്മൾ
ഇത് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ഇവരെ മീറ്റിങ്ങിൽ പറയണത് എല്ലാവരും 20 ചെടി കൊണ്ടുവരണം. ഇവർ വരുമ്പോൾ എല്ലാ ദിവസം ഒരാൾ ഒരു ബുക്ക് എടുത്തിട്ട് എത്ര ഫാമിലികൾ കൊണ്ടുവന്നില്ല സിസ്റ്റം ഉണ്ട്. ഓരോ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു സെക്രട്ടറി ഉണ്ട്. പുള്ളിക്കാരൻ ഓരോരുത്തരും ഓരോ അവരുടെ ബേസിനിൽ 20 ചെടി കൊണ്ടുവരുമ്പോ ആ കുടുംബനാഥൻ അവർക്ക് പറയണം, ഞങ്ങള് ഇപ്പം 20 10 ഔവാഹെ 10 മറ്റേ ഇത് തെങ്ങ് അങ്ങനെ സാധനം. അപ്പൊ അതവര് ലിസ്റ്റ് എടുക്കും. എന്നിട്ട് നമുക്ക് ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് വെച്ചില്ല, നാളെ അവര് ഈ ലിസ്റ്റ് നമുക്ക് ക്ലീൻ ആക്കി അയച്ചു തരും. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓരോ മാസം ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ മാസം ഏത് ചെടിയാണ് വെക്കുന്നത് അത്രയും ചെടികൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മള് എല്ലാ കാര്യത്തിനും റെക്കോർഡും സൈനും നമുക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. നമുക്കറിയാം നമ്മളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. പ്രത്യേകിച്ച് അമേരിക്കയിൽ നമുക്ക് 5/6 കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാ റൂൾസിന്റെ ഭാഗമാണ്. ഇപ്പൊ സേവ് ആമസോൺ, പെറുവൻ നോൺ പ്രോഫിറ്റിലായാലും ആമസോൺ അമേരിക്കൻ നോൺ പ്രോഫിറ്റ് ആയാലും ഇതൊക്കെ പ്രൂവ്ഡ് ആയിരിക്കണം. ഇനിയിപ്പോ ഇത് സൈൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു ഫൈനും കൊടുക്കും ഇല്ലേ? അല്ല, ഇപ്പൊ ഈ ആഴ്ച ഇന്നത്തെ ദിവസം ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞു 69 ഫാമിലി എത്തിയിട്ടുള്ളൂ. ഒരു ഫാമിലി അവർക്ക് 10 രൂപ ഫൈനുണ്ട്. പക്ഷെ അത് എന്ന് വെച്ചാൽ പൈസക്ക് വേണ്ടിയല്ല. അവര് ഇത് ഇപ്പം 69 രൂപ ഒരു ഫാമിലിക്ക് വന്നില്ല. അവര് കൊമ്പാണ് മറ്റേ അറിയുന്നതിനേക്കാളും വരാത്ത എന്തായിരുന്നാലും പക്ഷെ അവര് ഫൈൻ അടയ്ക്കണം. അപ്പൊ അത് അവരുടെ ഒരു ഇതാണ്, അവരുടെ ഡീലാണ്. നമ്മളെ ആമസോൺ എന്നൊക്കെ കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂപ്പന്മാര് ഡ്രസ്സിലാണ്ട് നിൽക്കണു, കിരീടം വെച്ച രാജാക്കന്മാരെന്നൊക്കെയല്ല കൺസെപ്റ്റ്. ഇതിന്റെ കാടിന്റെ രാജാക്കന്മാരെന്ന് പറയണ പോലെ. അപ്പോൾ ശരിക്കും ഇപ്പോൾ മോഡേണൈസ് ചെയ്തപ്പോൾ നമ്മള് ലോകം മൊത്തം മോഡേണൈസ് ചെയ്തപ്പോൾ പല കമ്മ്യൂണിറ്റികളും അങ്ങനെ മാറി. പക്ഷേ ഇവരുടെ മൂപ്പന്മാര്, നമ്മൾ നേരത്തെ പറഞ്ഞ മൂപ്പന്മാർക്കൊക്കെ ആ ഡ്രസ്സും ആ സംഭവങ്ങളൊക്കെ ഇവര് മെയിൻ മീറ്റിങ്ങുകൾക്കും മെയിൻ ഫംഗ്ഷനൊക്കെ ധരിക്കാറുണ്ട്. അപ്പോൾ നമ്മള് വന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ കിരീടം കാണണ്ടേ എന്ന് നമ്മുടെ അപ്പാപ്പൻ പറയണ്. അപ്പൊ നമ്മള് അപ്പാപ്പനും കിരീടമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവരുടെ കളർ കോഡ്, ഡ്രസ് കോഡൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? പുള്ളിക്കാരന് ഇവിടുത്തെ ഏറ്റവും വയസ്സ് കൂടിയ ഇവിടുത്തെ മൂപ്പനാണ്. ഇവിടെ ട്രഡീഷണൽ ഏറ്റവും വയസ്സ് കൂടിയ ആളാണ് ഇവിടെ മൂപ്പനായിട്ട്. ഈ പുള്ളിക്കാരൻ നമ്മുടെ ആള് പുള്ളിക്കാരന്റെ മകനാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ കഴിഞ്ഞുള്ള അടുത്ത മൂപ്പനായിട്ട്. അപ്പൊ വയസ്സല്ല നോക്കണത്. അപ്പൊ എനിക്ക് വേണത് ഇവരുടെ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പഴത്തെ ആ ഒരു ഫാമിലി അങ്ങനെ ഒരു ട്രഡീഷണൽ ഇവർക്കും ഉണ്ട്. ഈ പുള്ളിക്കാരനാണ് ഈ മൂപ്പനാണെങ്കിലും ഈ പുള്ളിക്കാരന്റെ ഈ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്ന മകനാണ്. ഇവരുടെ ഈ കമ്മ്യൂണിറ്റി യൂണിഫോമാണ് നമ്മൾ കാണേണ്ട. നമ്മൾ ഈ ഒരു സംഭവമൊക്കെ പല സ്ഥലങ്ങളിലും വേറെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ വഴിയെ പറഞ്ഞ് കാണിച്ചു തരാം. എന്തായാലും മൂച്ചാ ഗ്രാസിയാസ്. നമ്മള് ചെറുപ്പത്തിലൊക്കെ ആമസോൺ കാർഡ് എന്നൊക്കെ പറയുമ്പോ ഇത് ഔട്ട് ഓഫ് ദി ബോക്സ് ആണ്. നമുക്കിതൊരു എക്സൈറ്റ്മെന്റ് സൈഡാണ്. നമ്മൾ മൂപ്പന്മാരെ കാണാം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവം അല്ലേ. ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോഴും ഇവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ 30 അമ്മാമയുണ്ട്. വേറൊരു അമ്മാമയുടെ അടുത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഈ സീരീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പോകും. അവിടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇവർക്ക് കിരീടം വെച്ച് നിൽക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിട്ട് നമുക്ക് ആദ്യം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനേക്കാളും പമ്പും പരിപാടികൾ വരാൻ പോലെ നമ്മള് ഈ എല്ലാ കമ്മിറ്റികളെയും ഒരുമിച്ച് ചേർത്ത് അതിന്റെ മൂപ്പന്മാർ മേടിച്ച് അവരുടെ ഒരു ഫംഗ്ഷൻ ഒഫീഷ്യൽ ഡ്രസ് അതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ആക്ടിവിറ്റി നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്ലാൻ 2027 നമ്മൾ ഇനി 19 കമ്മ്യൂണിറ്റിയിലായില്ല. ഇനി നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റികൾ വരാണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റികളെല്ലാ ട്രഡീഷൻ, ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ ഡാൻസ്, ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ഒരു കുടക്കയിൽ കൊണ്ടാലോ അവരുടെ തന്നെ ഈ എല്ലാ കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൂട്ടി അവരുടെ ഓരോ കൾച്ചറേയും ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതെ അതെ, അതിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ടാവട്ടെ നമ്മുടെ പരിപാടിക്ക് അല്ലെ. നമ്മളൊരു ഗ്രാൻഡ് പ്രൊജക്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. ഫ്രീ പരിപാടിയാണ് ഉണ്ടോ? അത് എന്നാന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് എത്തിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കാരണമൊക്കെയാണ് നമ്മള് ആമസോൺ എത്തിയതും ഈ പ്രൊജക്റ്റ് ഒക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റികളും എല്ലാവരുമായിട്ട് വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകൾ നടത്തണം. നമ്മളെല്ലാ മൂപ്പന്മാരായിട്ടും ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെഡുകളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും നമ്മൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവർക്കൊക്കെ ഇതറിയാം. ഇവർ കാടിൻ്റെ മക്കളാണെങ്കിലും ഇവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ ശരിക്കും പല സമയത്തില്ല. അപ്പോൾ അന്തു ശരിക്കും സ്പാനിഷ് നിങ്ങൾക്ക് അറിയാലോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നന്നായിട്ട് സ്പാനിഷ് പറയും.
അപ്പോൾ അന്തു എല്ലായിടത്തും പോയി ക്ലാസ് എടുക്കലും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു പരിപാടി നടക്കാൻ തന്നെ കാരണം അന്തു ഉള്ളത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റിക്ക് എല്ലാ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. നിങ്ങൾക്കറിയാം സൗത്ത് അമേരിക്കയിൽ പെറുവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മിഷൻ മില്യൺ പ്രൊജക്റ്റ് ഒന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. പക്ഷെ അന്തു ഉണ്ടായതുകൊണ്ടും നമ്മുടെ ഒരു വിഷൻ ഉണ്ടായതുകൊണ്ടും എല്ലാം കൂടി ചേർന്നപ്പോൾ, അതുപോലെ വിശാലേട്ടൻ്റെ പവർ ഉള്ളതുകൊണ്ടും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് ശരിക്കും ഇതൊരു മിഷൻ മില്യൺ പ്രൊജക്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഇതിനെ വളർത്താൻ പറ്റിയതിട്ടാണ്. ഇത് ഓരോ സമയത്തും ഓരോരുത്തർക്കും എല്ലാ 377 പേർക്കെന്ന് പറഞ്ഞില്ല, 377 പേർക്കും ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ 377 പേർക്കും ഇതിൽ കഴിവുകളുണ്ട്. ആ കഴിവുകളിലൂടെയാണ് നമ്മളിങ്ങനെ കയറി പോണേട്ടാ. എന്തൊക്കെ പറയുമ്പോഴില്ല, ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ചെടികൾ, ഇത് വെള്ള ചെമ്പരത്തി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു പീച്ച് കളറുള്ള ചെമ്പരത്തിട്ടാ. പലതരങ്ങളുള്ള ചെമ്പരത്തിയും പൂക്കളും പഴങ്ങളും പിന്നെ ഈവൻ വാഴ കൊലച്ച് നിൽക്കണ കാണുമ്പോൾ തന്നെ ഒരു വേറൊരു റേഞ്ചാണ് കേട്ടോ ഇവിടെ. നമ്മുടെ പരിപാടി ഇന്നത്തെ കഴിഞ്ഞു. ഏകദേശം 9:30 നമ്മൾ സംസാരിച്ച് ഇവിടുത്തെ വീടുകളിലൊക്കെ പോയി അന്വേഷണങ്ങളൊക്കെ സാധാരണ വരുമ്പോൾ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മള് വീടുകളിലൊക്കെ പോയി അന്വേഷണങ്ങളൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ പറഞ്ഞ്. അപ്പോ ഈ നമ്മള് തിരിച്ച് ബോട്ടിൽ പോകണ്ട, ബോട്ടിന് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളൂ, 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പം ഈ റോഡ് ഇത്തിരി മോശമാണ്, നമ്മൾ 1.5 കൂടെ പോകണം. അത് നമുക്കറിയാം, നമ്മള് കഴിഞ്ഞ വർഷം വന്നപ്പോ ഓട്ടോറിക്ഷം മറിഞ്ഞതും ഇതൊക്കെ കുറെ അപകടങ്ങളൊക്കെ ശരിക്കും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ പല കാര്യം പറഞ്ഞിട്ടില്ല. നമ്മുടെ വിശാലട്ടം വന്നപ്പോഴും അറിയാലോ. വിശാലം എന്നൊക്കെ ഇപ്പൊ ഉരുണ്ട് കളിക്കായിരുന്നു. അത് ഇപ്പം അധികം മഴയില്ലായിരുന്നോണ്ട് റോഡിൽ കൂടെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് ട്രൈ ചെയ്യാം. എത്തി താങ്ക് യു. അടുത്ത പൊരിച്ചോളോടെ നമ്മുടെ പരിപാടി. ഗ്രാസിയാസ്. മൊത്തത്തിലും നമ്മുടെ യാത്ര ഇതിൽ മുമ്പിൽ ഗുണമെന്ന് അറിയാം, നമ്മൾ കാടിന്റെ അകത്തുണ്ടല്ലോ ഒരു വഴി വെട്ടു. താങ്ക് യു. വഴി വെട്ടിയിട്ട് ആ വഴി വെട്ടിയതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവും. ഒരു പ്രത്യേക അനുഭൂതിയാണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തോ. ഞാൻ എപ്പിസോഡ് കൊണ്ടുണ്ട്. നിങ്ങൾ തിരക്കിലാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ കാഴ്ചകളാണ്. നമ്മുടെ ജീവിതത്തില് ഒരു തവണയെങ്കിലേ ആമസോണിൽ ഈ കാറ്റും കൊണ്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂടാ. ഈ കാട്ടിലൂടെ നമ്മൾ വരുമ്പോ ബോട്ട് വന്നില്ലേ, ബോട്ടിലൊക്കെ വന്നുമ്പോൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓക്സിജനും നമുക്ക് കിട്ടുന്ന നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വേറൊരു ഇതിലേക്ക് അത് കിട്ടിയിട്ടില്ല. അതിന്റെ സുഖം വേറെ തന്നെയാണല്ലേ. ആ സുഖം ഇവിടെ വന്നാലേ കിട്ടത്തുള്ളൂ. അത് ആ ലഹരിയിൽ നമ്മൾ ലയിച്ചു. നമ്മൾ പ്രകൃതി, നിങ്ങൾ നാച്ചുറൽ ലവറാണോ, നിങ്ങൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. അതേപോലെ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയടാ. ഭയങ്കര രസമാണ് ഇവിടെ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളെ പോണ വഴിക്ക് നമ്മള് ജ്യൂസും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചോട്ടോ. അപ്പൊ ഇവിടെ ഒരു വീട് പെയിന്റ് അടിച്ച് വെച്ചിട്ട് കാണാട്ടോ. നിങ്ങള് ചിന്തിക്കാൻ പറ്റുന്ന നോക്കിയൊക്കെ വെറുതെ. പെയിന്റിങ് എന്നൊക്കെ പറഞ്ഞാൽ ആമസോണിന്റെ ഉള്ളിലാണ്, കാടിന്റെ ഉള്ളിലത്തെ ഒരു വീട് പെയിന്റ് അടിച്ച് വെച്ചിരിക്കണത്. ഞങ്ങൾ ഇവിടെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്ന്. പോണ വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നു വിചാരിച്ചു. എന്തുട്ടാ പെയിന്റിങ് അല്ലേ, എന്തുട്ടാ കളി കാണുന്നത്. നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ടതൊക്കെ പെയിന്റിങ്സ് ഒക്കെ. എന്ത് രസമായിട്ട് ഉണ്ടാക്കണം ചെയ്തിരുന്നവര്. അപ്പൊ നമ്മള് ചെറിയൊരു ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്റ് ആയിട്ട് കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചുട്ടോ. ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മധുരമായിട്ടുണ്ട്, പക്ഷെ ഹെൽത്തി ആട്ടാ. പപ്പായ, ബീട്രൂട്ട്, പിന്നെ എന്തൊക്കെയാല് പഴമായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും കുടിക്കുമ്പോ. ജ്യൂസ് കുടിക്കുമ്പോഴേക്കേ ഒരു എനർജി അങ്ങോട്ട് കയറിട്ടാ. വാമോസ് കാടിന്റെ ഉള്ളിൽ കൂടെ പോകട്ടെ. നമ്മൾ നോക്കിയാ ചെറിയൊരു മലമ്പ്രദേശമാണ്, ഭയങ്കര രസമാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മൾ പോകണ. നമ്മുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടുണ്ടോ അവര് കുറെ പേര്. കാടിന്റെ ഉള്ളിൽ കൂടെ വഴി പണിത് കൊടുത്തിരിക്കുക. ജസ്റ്റ് ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള വഴി അവർ വെച്ചിരിക്കുക. അത്രയും വലിപ്പമുള്ള റോഡേ ഉള്ളൂ. ശുദ്ധവായു എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. ശുദ്ധവായുക്കെ ഒരു പീക്കാണ് അതിലെ യാത്ര ചെയ്യുമ്പോ. ഒറ്റ വണ്ടിക്ക് എങ്ങനെ പോവാൻ പറ്റുള്ളൂ. എതിര് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും. പക്ഷെ ഈ കാടിന്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ചു പോണ സുഖമുണ്ട്. നമ്മൾ നടന്നു പോണതിന് പകരം നമ്മൾ വണ്ടി ഓടിച്ചു പോണു. അത്ര വ്യത്യാസമുണ്ടാ. എന്തുടെ കാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആലോചിക്കാൻ പറ്റിയ അന്തൊക്കെ ഉറങ്ങാറായി. ഏരിയ നോക്ക് നിങ്ങള്, രക്ഷയില്ലട്ടാ. വേറെ വലിയ സ്ഥലത്ത് നമ്മുടെ
ചെറിയ വഴിയിൽ നിന്ന് നമ്മള് മണ്ണിട്ട ചെളി വഴിയിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മഴയില്ലാത്ത കാരണം വലിയ അലമ്പില്ല കേട്ടാ. റോഡ് ചില ഏരിയയിലൊക്കെ ഇങ്ങനെ എടുക്കണ്ടാ. ഈ ഭാഗത്ത് എവിടെയാണ് ഞങ്ങൾ മറഞ്ഞേട്ടാ. ഞങ്ങള് 3 പേരും മറഞ്ഞ് വീണില്ല എന്നുള്ള. ചെളി ഇങ്ങനെ മെഴുകിയിരിക്കട്ടാ. അകലെന്നുള്ള വണ്ടികൾ വന്ന് പോയിട്ട് വേണം നമുക്ക് പോണേ കേട്ടോ. ഞങ്ങള് ചെറിയ ആൾക്കാരായ തന്നെ അതുകൊണ്ടേ ഗ്രാസിയാസ്. അങ്ങനെ നമ്മളങ്ങനെ ലോങ് യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ രാവിലെ എത്തിയോടത്തേക്കിങ്ങനെ എത്തിയിട്ടാണ്. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഏറ്റവും വലിയ ടെർമിനലാണ് ഇവർ പണിതുണ്ടാക്കിയിരിക്കുന്നത്. ഈ ബ്രസീൽ കൊളംബിയ ബോർഡറിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രൈബൽ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് 30 മുമ്പിൽ നിർത്തിയിട്ടാ. അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റും. എത്തിയിട്ടാ ആമസോണിൽ